ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ എഴുതിയൊരു പരീക്ഷയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാമെന്ന് ഓർത്താണ് വന്നത്. നിങ്ങൾ എല്ലാവരും എല്ലാം ശരിയാക്കിയിട്ടുണ്ടാവും. നമുക്ക് എന്നാലും അതിൻ്റെ എല്ലാ ഓപ്ഷൻസും എങ്ങനെയാണ്, അല്ലെങ്കിൽ ആൻസർ എങ്ങനെ വന്നു, ബാക്കിയുള്ളത് എന്തുകൊണ്ട് ആൻസർ ആയില്ല എന്നൊക്കെ ഒന്ന് അറിയണമല്ലോ. അതുകൊണ്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1, select the correct statement or statements regarding the structure of a typical angiospermic embryo sac. ഇപ്പോൾ എംബ്രിയോ സാക്കിൻ്റെ കാര്യത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ എംബ്രിയോ സാക്കിൽ ഓവ്യൂളിനുള്ളിലാണ് എംബ്രിയോ സാക്ക് കാണുക. എംബ്രിയോ സാക്കിൽ ഇവിടെ ഒരു എഗ്ഗ്, അതിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് സൈനാർജിഡ്, മറ്റേ എൻഡിൽ 3 ആൻറ്റിപോഡൽസ്, സെൻറ്ററിൽ 2 പോളാർ ന്യൂക്ലിയസ്. ഇങ്ങനെയാണല്ലോ എംബ്രിയോ സാക്കിൻ്റെ സ്ട്രക്ചർ അല്ലേ. ഇതൊരു എഗ്ഗ്, ഇത് 2 സൈനാർജിഡ്, ഇത് 2 പോളാർ ന്യൂക്ലിയൈ, ഇത് 3 ആൻറ്റിപോഡൽസ്. ഓവ്യൂളിൽ മൈക്രോപൈലാർ എൻഡിലേക്കാണ് എഗ്ഗും സൈനാജിഡും ഉണ്ടാകുക. ഇതിന് രണ്ടിനെയും കൂടി എഗ് അപ്പാർട്ടസ് എന്ന് വിളിക്കും. ചലാസൽ എൻഡിലേക്കാണ് ആൻറ്റിപോഡൽസ്. ഓവ്യൂളിനകത്താണ് ഇവൻ ഇരിക്കുന്നതെന്നുള്ളതിൻ്റെ ഇമാജിനേഷൻ ഉണ്ടാവണം. ഓവ്യൂളിന് ഉള്ള പാർട്ടുകളാണ് മൈക്രോപൈൽ എന്ന ഓപ്പണിങ്ങും ചലാസ ഇൻഡഗമെൻസ് ഒറിജിനേറ്റ് ചെയ്യുന്ന ബേസൽ പോർഷനും അല്ലേ, നേരെ ഓപ്പോസിറ്റ് പോളുകളില്ല. അപ്പോൾ അതിൽ ഏത് തരം ഓവ്യൂളായാലും മൈക്രോപൈലാർ എൻഡിലേക്കാണ് എഗ് അപ്പാർട്സ് ഉണ്ടാവുക. എഗ് അപ്പാർട്സിൽ ഒരു എഗ്ഗും 2 സൈനാജിഡും ഉണ്ടാവും. ചലാസൽ എൻഡിലാണ് ആൻറ്റിപോഡൽസ് ഉണ്ടാവുക. സെൻട്രൽ സെല്ല്, ഈ വലിയ സെല്ലിനെയാണ് സെൻട്രൽ സെല്ല് എന്ന് പറയുക. സെൻട്രൽ സെല്ലിലായിരിക്കും പോളാർ ന്യൂക്ലിയർ പ്ലേസ് ചെയ്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നുകൊണ്ട് വേണം എംബ്രിയോ സാക്കിൻ്റെ കാര്യങ്ങൾ നോക്കാൻ അല്ലേ. അപ്പോൾ ഇതിൽ മൊത്തം ന്യൂക്ലിയകൾ നോക്കിക്കേ, ഈ 2 സൈനാജിഡും ഒരു എഗ്ഗ്. അപ്പോൾ ഇവിടെ 3, ഇത് 2, 3 2 5 3 8 ന്യൂക്ലിയ ഉണ്ട്. പക്ഷേ എല്ലാം കൂടി ഇരിക്കുക വെറും 7 സെല്ലുകളിലാണ്. കാരണം ഈ 2 പോളാർ ന്യൂക്ലിയം പ്ലേസ് ചെയ്തിരിക്കുന്നത് സിംഗിൾ സെല്ലായ സെൻട്രൽ സെല്ലാണ്. അപ്പോൾ സെല്ലിൻ്റെ എണ്ണം പറയുമ്പോൾ ന്യൂക്ലിയസിൻ്റെ എണ്ണത്തേക്കാൾ ഒന്ന് കുറഞ്ഞു പോകും. ഇനി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കാവേ. എഗ് അപ്പാർട്ടസ് ഈസ് സിറ്റുവേറ്റഡ് ടുവേർഡ്സ് ദ ചലാസലൻഡ്. എഗ് അപ്പാർട്ടസ് ചലാസലൻഡിലേക്കാണോ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? അല്ല, മൈക്രോപൈലാറിൻ്റിലേക്കാണ്. അതുകൊണ്ട് ഇവിടെ തെറ്റാ, ഇവിടെ മൈക്രോപൈലാറിൻ്റ് എന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിപ്പോയി. ആൻറ്റിപോഡൽ സെൽസ് ആർ സിറ്റുവേറ്റഡ് ടുവേർഡ്സ് ദ മൈക്രോപൈലാറിൻ്റ്. അത് ചലാസലൻഡിലേക്കാണ് വരേണ്ടത് അല്ലേ, മൈക്രോപൈലാറിൻ്റിലേക്കല്ല, അവിടെയാണ് ചലാസലൻഡ് വരേണ്ടത്. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റും തെറ്റിപ്പോയി. ഇറ്റ് ഈസ് 8 ന്യൂക്ലിയേറ്റ് ആൻഡ് 7 സെൽഡ് അറ്റ് മച്യൂരിറ്റി. അത് ശരിയാ. 8 ന്യൂക്ലിയ എന്ന് പറഞ്ഞു നോക്കിക്കേ, ഒരു എഗ്ഗ്, 2 സൈനാജിഡ്, 2 പോളാർ ന്യൂക്ലിയ, 3 ആൻറ്റിപോഡൽസ്. സെല്ലിൻ്റെ പേരുകൾ പറഞ്ഞു നോക്കിക്കേ, ഒരു എഗ്ഗ് സെല്ല്, 2 സൈനാജിൻ്റെ സെല്ല്, ഒരു സെൻട്രൽ സെല്ല്, 3 ആൻറ്റിപോഡൽസ്. അപ്പോൾ 8 ന്യൂക്ലിയ ആണെങ്കിലും 7 സെൽസേ ഉള്ളൂ. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയെന്നല്ലേ ചോദ്യം? കറക്റ്റ് എന്നാണ് ചോദ്യം അല്ലേ. അപ്പോൾ 3 ഉള്ളി എന്നുള്ളതാണ് എടുക്കേണ്ടത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3 ഉള്ളി. അത് മാത്രമേ ശരിയുള്ളൂ, ബാക്കി രണ്ടും തെറ്റിപ്പോയി. ക്വസ്റ്റ്യൻ നമ്പർ 2, സെലക്ട് ദ മിസ്മാച്ച്ഡ് പെയർ. തെറ്റായിട്ടുള്ള മാച്ച് കണ്ടുപിടിക്കണം. ക്രയോ പ്രിസർവേഷൻ എന്ന് പറഞ്ഞാൽ വെരി ലോ ടെമ്പറേച്ചറിൽ ലിക്വിഡ് നൈട്രജനിലിട്ട് പോളൻഗ്രീനുകളെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന, എന്നിട്ട് എപ്പോഴാണോ ആവശ്യം ആ സമയത്ത് നോർമൽ ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവന്ന് അത് ഉപയോഗിക്കാനും പറ്റും. അതിന് ക്രയോ പ്രിസർവേഷനിൽ ഉപയോഗിക്കുന്ന ടെമ്പറേച്ചറാണ് -196 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഉപയോഗിക്കുന്ന അത് ലിക്വിഡ് നൈട്രജൻ ആണെന്ന് അറിയണം. അപ്പോൾ ആ മാച്ച് കറക്റ്റ് ആണ് അല്ലേ. മിസ്മാച്ച് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കറക്റ്റാണ്. പോളൻ അലർജി, പോളൻഗ്രീൻ അലർജിക്ക് ആയിട്ടുള്ള പ്ലാന്റ് ആണ് പാർത്തീനിയം. അതിൻ്റെ കോമൺ നെയിമാണ് കാരഗ്രാസ്. ഇമ്പോർട്ടഡ് വീറ്റിൻ്റെ കൂടിയാണ് അത് വന്നത്. ഇപ്പോൾ യുബിക്യൂഷസ്, സർവ്വവ്യാപിയാണ് ഇവിടെ അല്ലേ. അപ്പോൾ അതിൻ്റെ കാരഗ്രാസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ശരിയാണ്. ക്ലീസ്റ്റോഗാമസ് ഫ്ലൈസ് എന്ന് പറഞ്ഞാൽ മച്ചൂറ്റി എത്തിയാലും ഓപ്പൺ ചെയ്യാത്ത പൂക്കളെയാണ് ക്ലീസ്റ്റോഗാമസ് എന്ന് വിളിക്കുക. മച്ചൂറ്റി എത്തിയിട്ടും ഓപ്പൺ ചെയ്യുന്നില്ല എങ്കിൽ അവരിൽ സെൽഫ് പോളിനേഷൻ മാത്രമേ നടക്കുള്ളൂ അല്ലേ. ഓട്ടോഗാമസ് എന്ന് പറഞ്ഞാൽ സെൽഫ് പോളിനേഷൻ എന്നാണ് അർത്ഥം. ഇൻവേരിയബിളി എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യാസവുമില്ലാതെ. അപ്പോൾ ക്ലീസ്റ്റോഗാമസ് ഫ്ലൈസ് ആർ ഇൻവേരിയബിളി ഓട്ടോഗാമസ്. കറക്റ്റാണ് അല്ലേ. സീനോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്ലാന്റിലെ സെയിം സ്പീഷീസിലുള്ള 2 പ്ലാന്റിലെ ഫ്ലവേഴ്സ് തമ്മിലുള്ള പോളിനേഷനെയാണ് സീനോഗമി എന്ന് വിളിക്കുക. അപ്പോൾ അതൊരു ക്രോസ് പോളിനേഷൻ്റെ ടൈപ്പാണ് അല്ലേ. അതിനിവിടെ എന്ത് കൊടുത്തിരിക്കുന്നു? സെൽഫ് പോളിനേഷൻ. അതുകൊണ്ടാണ് തെറ്റിപ്പോയത്. സെൽഫ് പോളിനേഷൻ എന്ന് പറയുമ്പോൾ ഓട്ടോഗമിയാണ് സെൽഫ് പോളിനേഷൻ എന്ന് വിളിക്കുക. ഓട്ടോഗമി.
സീനോഗമി ക്രോസ് പോളിലേഷനിലാണ് വരിക. സോ ദ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ 4. Question number 3. Which of the following part has haploid number of chromosomes? ഹാപ്ലോയിഡ് എന്ന് പറയുമ്പോൾ n നമ്പറേ ഉണ്ടാകുള്ളൂ അല്ലേ, സിംഗിൾ സെറ്റ് ക്രോമസോം ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ ആ ലൈഫ് സൈക്കിൾ ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ എളുപ്പം ഉണ്ടാവും. ആൻജിയോസ്പെമിൻ്റെ മെയിൻ പ്ലാൻ ബോഡി, ചെടി, റൂട്ടസ്, ലീഫ് ഏത് പാർട്ട് പറഞ്ഞാലും അത് ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് ആണ്. കാരണം പ്ലാന്റ് കിങ്ഡത്തിൽ തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യമാണ് ആൻജിയോസ്പെം, ടെറഡോഫൈറ്റ്, ജിംനോസ്പെം, ആൻജിയോസ്പെമിലെല്ലാം മെയിൻ പ്ലാൻ ബോഡി തന്നെ ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റാണ്. അപ്പോൾ മെയിൻ പ്ലാന്റ് ബോഡിയുടെ പാർട്ടുകളെല്ലാം പിന്നെ മൈക്രോസ്പോറോജനസിസിലും മെഗാസ്പോറോജനസിസിലും വഴി ഉണ്ടാകുന്ന സ്പോറുകളാണ് ഹാപ്ലോയിഡായിട്ട് വരിക. അവിടെ തൊട്ട് കുറച്ച് ഭാഗം ഹാപ്ലോയിഡായിട്ട് വിസിബിൾ ആവുള്ളൂ, ബാക്കി എല്ലാ സ്ട്രക്ചേഴ്സും ഡിപ്ലോയിഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, പോളൻ ഗ്രെയിൻ അത് പോളൻ മദർ സെല്ല് മിയോസിസ് വഴി ഉണ്ടാകുന്നതാണ്, അതുകൊണ്ടത് ഹാപ്ലോയിഡാണ്. മൈക്രോസ്പോർ മദർ സെൽ അതിൽ നിന്നും മിയോസിസ് വഴിയാണ് പോളൻ ഗ്രെയിൻ അല്ലെങ്കിൽ മൈക്രോസ്പോർ ഉണ്ടാവുക, അതുകൊണ്ടത് ഡിപ്ലോയിഡാണ്. അടുത്തത് പോളൻ മദർ സെൽ. പോളൻ മദർ സെല്ലിനെ തന്നെയാണ് മൈക്രോസ്പോർ മദർ സെൽ എന്ന് വിളിക്കുക, അപ്പോൾ അതും ഡിപ്ലോയിഡാണ്. സ്പോറോജീനസ് ടിഷ്യൂ ആന്തർ മച്ചുറാകുന്നതിന് മുന്നേ അതിനുള്ളിൽ ഗ്രൂപ്പ് ഓഫ് ഹോമോജീനസ് സെൽസ് ഉണ്ട്, അതിനെയാണ് സ്പോറോജീനസ് ടിഷ്യൂ എന്ന് വിളിക്കുക. ഇവിടെ ഇങ്ങനെ ടിപ്പിക്കൽ ആന്തറാവുമ്പോൾ ടെട്രാസ്പ്രാഞ്ചിയേറ്റ് ആയിരിക്കും. ഈ 4 ലോബിലും മച്ചുറാകുന്നതിന് മുമ്പ് അതിനുള്ളിലുള്ള ഈ ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് എന്ത് വിളിക്കുക, സ്പോറോജീനസ് ടിഷ്യൂ. ഇതിനുള്ളിൽ ഇതിൽ നിന്ന് കുറേ സെല്ലുകളാണ് പോളൻ മദർ സെൽ അല്ലെങ്കിൽ മൈക്രോസ്പോർ മദർ സെല്ലാവുക. അതിൽ മിയോസിസ് നടന്നിട്ടാണ് പോളൻ ഗ്രെയിൻ അല്ലെങ്കിൽ മൈക്രോസ്പോർ ഉണ്ടാവുക. അപ്പോൾ ആലോചിച്ചേ, ഇത് ഡിപ്ലോയിഡാണ്, പോളൻ മദർ സെല്ല് ഡിപ്ലോയിഡാണ്, അതിൽ മിയോസ് നടന്ന് പോളൻ ഗ്രെയിൻ ഉണ്ടാകുന്നതുകൊണ്ട് പോളൻ ഗ്രെയിൻ ഹാപ്ലോയിഡാണ്. അപ്പോൾ അത് മനസ്സിലാക്കാമെങ്കിൽ ഈ സ്പോറോജീനസ് ടിഷ്യൂവിനെ ഡിപ്ലോയിഡ് എന്ന് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. സോ ദ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ 1 പോളൻ ഗ്രെയിൻസ്. അത് മാത്രമേ ഈ 4 പേരിൽ ഹാപ്ലോയിഡ് നേച്ചർ കാണിക്കുന്നുള്ളൂ. Question number 4. Male gametophyte in angiosperm is gametophyte means gamete bearing structure. Male gametophyte ആകുമ്പോൾ മെയിൽ ഗാമീറ്റ് ബിയറിംഗ് സ്ട്രക്ചർ ഏതാണെന്ന ചോദ്യം അല്ലേ. മിയോസിസ് വഴി പോളൻ ഗ്രെയിൻ ഉണ്ടാകുന്നവരെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. ഈ പോളൻ ഗ്രെയിൻ ഹാപ്ലോയിഡ് ആണെന്നും പറഞ്ഞു. എക്സൈനൊക്കെ ഉണ്ട്. ഇനി ഈ പോളൻ ഗ്രെയിനിൽ ഒരു മൈറ്റോസിസ് നടക്കും. മൈറ്റോസിസ് നടക്കുമ്പോൾ ഇതിൻ്റെ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് ഒരു ലാർജറും ഒരു സ്മോളറും സെല്ലുണ്ടാവും. അതിൽ ലാർജർ സെല്ലാണ് വെജിറ്റേറ്റീവ് സെല്ല്, സ്മോളർ സെല്ലാണ് ജനറേറ്റീവ് സെൽ. ഇനി ഈ ജനറേറ്റീവ് സെല്ലിൽ ഒരു മൈറ്റോസിസൂടെ നടന്നാണ് മെയിൽ ഗമീസ് ഉണ്ടാവുക. പോളൻ ഗ്രെയിൻ ഹാപ്ലോയിഡാണ്, ഈ വെജിറ്റേറ്റീവ് ആൻഡ് ജനറേറ്റീവ് സെല്ല് ഹാപ്ലോയിഡാണ്, മെയിൽ ഗമീസും ഹാപ്ലോയിഡാണ്. ഈ മെയിൽ ഗമീസ് ഇപ്പോൾ ഏതിൻ്റെ ഉള്ളിലാണ്, പോളൻ ഗ്രെയിനിൻ്റെ ഉള്ളിലല്ലേ ഉണ്ടായേ അല്ലേ. അപ്പോൾ ആ പോളൻ ഗ്രെയിനാണ് ആൻജിയോസ്പെമിലെ മെയിൽ ഗാമറ്റോഫൈറ്റ്. ഗാമീറ്റ് ബിയറിംഗ് സ്ട്രക്ചറാണ് ഗാമറ്റോഫൈറ്റ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3 പോളൻ ഗ്രെയിൻ. Question number 5. The type of asexual reproduction found in Hydra. ഹൈഡ്ര ഇങ്ങനെ ടെൻഡക്കിളൊക്കെ ഉള്ള പാർട്ടിയാണ്. ഇവിടെ ഒരു മൗത്തും ഒക്കെ ആയിട്ട്. ഇതിൻ്റെ തന്നെ ഒരു മിനിയേച്ചർ ഫോം, അതിൻ്റെ തന്നെ അപ്പിയറൻസ് ഉള്ളവൻ ബഡായിട്ട് ഡെവലപ്പ് ചെയ്യും. മച്ചുറാകുന്ന വരെ അത് പേരൻ്റ് ഓർഗാനിസമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. അത് കഴിയുമ്പോഴാണത് സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഹൈഡ്ര ജനറലി മൾട്ടിപ്ലൈ ചെയ്യുന്നത് ബൈ ബഡ്ഡിംഗ് ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3 ബഡ്ഡിംഗ്. Question number 6. In Bryophyllum, vegetative propagation by. Bryophyllum മലയാളത്തിൽ അതിനെ ഇലമുളച്ചി എന്നൊക്കെ ഞങ്ങളിവിടെ വിളിക്കും. ഇലകളുടെ ഇൻഡാക്റ്റ് നോച്ചസിൽ നിന്ന് തന്നെ പുതിയ ബഡ് റൈസ് ചെയ്യും. പ്ലാന്റ് നിൽക്കുമ്പോൾ തന്നെ എൻ്റെ ഈ നോച്ചസിൽ നിന്ന് ഇങ്ങനെ ചെറിയ ചെറിയ
ബഡുകൾ അറൈസ് ചെയ്യും. അത് പിന്നെ മണ്ണിലേക്ക് വീണ് പുതിയ പ്ലാന്റ് ആവുകയും ചെയ്യും. ഇങ്ങനെ. അപ്പം അതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ലീഫ് ബഡ്സ് വഴിയാണ് അല്ലേ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3 ലീഫ് ബഡ്സ്. ബൾബിൽ അഗേവിൽ ഒക്കെ കാണുന്നതാണ്. എക്സാമ്പിൾ അഗേവ്. നമുക്ക് NCERT പ്രകാരം അഗേവ് പഠിക്കാനുണ്ട്. റൂട്ട് വഴി പ്രൊപ്പഗേഷൻ നമുക്ക് സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ട്, അസ്പരാഗസ് ഉണ്ട്, ഡാലിയ ഉണ്ട്. അതിലേത് വേണമെങ്കിൽ പറയാം. നമുക്കിവിടെ സ്വീറ്റ് പൊട്ടറ്റോ എഴുതാം. ഒരു എക്സാമ്പിൾ വെറുതെ പറയുന്നതേ ഉള്ളൂ. സ്റ്റെം, ഏരിയൽ, സബ് ഏരിയൽ, അണ്ടർഗ്രൗണ്ട് അങ്ങനെ പലതുമുണ്ട്. ഏരിയൽ സ്റ്റെമ്മിന് എക്സാമ്പിൾ ഞാൻ അങ്ങ് മെൻഷൻ ചെയ്യുക. ഷുഗർ കെയിൻ. സബ് ഏരിയൽ ആണെങ്കിലോ പിസിയ ഐക്കോർണിയ, വാട്ടർ ഹയാസിന്തില്ലേ അത്. അണ്ടർഗ്രൗണ്ട് ആണെങ്കിൽ ജിഞ്ചർ, ടർമറിക്, പൊട്ടറ്റോ ഒക്കെ. ഓരോ എക്സാമ്പിൾ എഴുതുന്നേ ഉള്ളൂ. ഇത് ഏരിയൽ സ്റ്റെമ്മിന്, ഇത് സബ് ഏരിയൽ സ്റ്റെമ്മിന്, ഇത് അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിന് കേട്ടോ. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ 3 ആണ് ലീഫ് ബഡ്സ്. Question number 7. In 40% of angiosperms, pollen grains are dispersed at. ആന്തർ ബ്രേക്ക് ചെയ്ത് പോളൻ ഗ്രെയിൻസ് പുറത്തേക്ക് വരുമല്ലോ ലൈൻ ഓഫ് ഡെഹിൻസൻസിലൂടെ. അതിൽ 60%ലും പോളൻ ഗ്രെയിൻ ലിബറേറ്റ് ചെയ്യുന്ന ഈ ഇങ്ങനെ 2 സെൽഡ് സ്റ്റേജിലാണ്. 60%ലും വെജിറ്റേറ്റീവ് ആൻഡ് ജനറേറ്റീവ് സെല്ലായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഈ കണ്ടീഷനിൽ ഇതാണ് 2 സെൽഡ് പോളൻ. എന്നാൽ ബാക്കി 40%ലും അതിനുള്ളിൽ ഇങ്ങനെ ജനറേറ്റീവ് സെല്ലിൽ മൈറ്റോസ് നടന്ന് 2 മെയിൽ ഗാമീറ്റോടെ ഉണ്ടായ കണ്ടീഷനുണ്ട്. ഓർത്തേക്കണം, ഇത് വെജിറ്റേറ്റീവ് സെല്ലാണ്, ഇത് ജനറേറ്റീവ് സെൽ. ഇവിടെയും വലുത് വെജിറ്റേറ്റീവ്, ഇത് 2 മെയിൽ ഗമീസ്. ഇതാണ് 3 സെൽഡ് പോൾ. ആൻജിയോസ്പെമ്പിലും ഈ 2 സെൽഡ് സ്റ്റേജിൽ ലിബറേറ്റ് ചെയ്യും. ആ 2 സെല്ലുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വെജിറ്റേറ്റീവ് ആൻഡ് ജനറേറ്റീവ്. ഈ 3 സെൽഡ് സ്റ്റേജിലാണ് ബാക്കി 40%ലെ ആൻജിയോസ്പെമ്പിലും ലിബറേഷൻ നടക്കുക. അപ്പോൾ ഈ വെജിറ്റേറ്റീവ് സെല്ലിൽ നിന്ന് പിന്നീട് പോളൻ ട്യൂബ് ഉണ്ടാവും, ജനറേറ്റീവ് നിന്ന് 2 മെയിൽ ഗമീസ് ഉണ്ടായി ഉണ്ടോ. അപ്പോൾ 40%ലും പോളൻ ഗ്രെയിൻസ് ഡിസ്പേഴ്സൽ അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുന്ന ഏത് സ്റ്റേജിലാണെന്ന് ചോദിച്ചാൽ ഏത് പറയണം? 3 സെൽഡ് സ്റ്റേജിലാണെന്ന് പറയണം. ആൻസർ 3. ആ 3 സെല്ലുകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഒരു വെജിറ്റേറ്റീവും 2 മെയിൽ ഗമീറ്റും ഉണ്ടോ. ബാക്കി 60%ൽ 2 സെൽഡ് കണ്ടീഷനിലാണ്. ആ 2 സെല്ലുകളാണ് വെജിറ്റേറ്റീവ് ആൻഡ് ജനറേറ്റീവ്. സോ ദ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ 3. ക്വസ്റ്റ്യൻ നമ്പർ 8. പോളൻ മദർ സെൽസ് ആർ. നമ്മൾ നേരത്തെ പറഞ്ഞോളൂ അല്ലേ, പോളൻ മദർ സെല്ലിൽ മിയോസിസ് നടന്നാണ് പോളൻ ഗ്രെയിൻ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ പോളൻ മദർ സെല്ലൊരു മിയോസൈറ്റാണ്. മിയോസിസ് നടക്കുന്ന സെല്ലുകളെയാണ് മിയോസൈറ്റ് എന്ന് വിളിക്കുക അല്ലേ. അതുകൊണ്ട് തന്നെ പോളൻ മദർ സെല്ല് ഡിപ്ലോയിഡ് ആയിരിക്കും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1 ഡിപ്ലോയിഡ്. ക്വസ്റ്റ്യൻ നമ്പർ 9. വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് ആൻഡ് ദെയർ എക്സാമ്പിൾസ് ആർ ഗിവൺ. ഫൈൻഡ് ഔട്ട് ദ മിസ്മാച്ച് എമംഗ് ദ ഫോളോയിങ്. റണ്ണർ ഹൈഡ്രോകോട്ടൈൽ, അത് ശരിയാ. റണ്ണർ വഴിയാണ്. ഹൈഡ്രോകോട്ടൈൽ എന്ന് പറഞ്ഞാൽ കുടകൻ എന്ന് മലയാളത്തിൽ ഞങ്ങൾ പറയും. അതിൻ്റെ പ്രൊപ്പഗേഷൻ ബൈ റണ്ണറാണ്. റൈസോം ജിഞ്ചറിൽ മഞ്ഞൾ നമുക്കറിയാവുന്നതാണ്. അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷനായ റൈസോമാണ് പ്രൊപ്പഗേഷൻ. സക്കർ ക്രൈസാന്തിമത്തിൽ സക്കർ വഴിയുള്ള പ്രൊപ്പഗേഷനാണ്. ബൾബിൽ ഒനിയൻ, അതാണ് തെറ്റ്. ബൾബിലല്ല അവിടെ വരേണ്ടത് ബൾബ. റെഡ്യൂസ്ഡ് സ്റ്റെം വിത്ത് സ്കേലി ലീവ്സ്, അതിനെയാണ് ബൾബ് എന്ന് വിളിക്കുക. അത് ഒനിയനിലും ഗാർലിക്കിലും എല്ലാം ഉണ്ട്. ബൾബിൽ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ വെജിറ്റേറ്റീവ് ബഡ്സ് ആണ് മീൻഡ് ഫോർ റീപ്രൊഡക്ഷൻ. ബൾബിലുള്ളത് അഗേവിലും ഡയസ്കോറിയയിലും ഒക്കെയാണ്. ഡയസ്കോറിയ എന്ന് പറഞ്ഞാൽ കാച്ചിലെന്ന് ഞങ്ങളിവിടെ വിളിക്കും. അതിൻ്റെ എഡിബിൾ പാർട്ട് തന്നെ ഈ ബൾബിലാണ്. സ്പെഷ്യൽ വെജിറ്റേറ്റീവ് ബഡ്സ് മീൻഡ് ഫോർ റീപ്രൊഡക്ഷൻ ആണ് ബൾബിൽ. ബൾബാണ് ഒനിയനിലുള്ളത്. റെഡ്യൂസ്ഡ് സ്റ്റെം വിത്ത് സ്കേലി ലീവ്സ്. ആ സ്കേലി ലീവ്സിലായിരിക്കും ഫുഡ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. സോ ദ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ 4. ക്വസ്റ്റ്യൻ നമ്പർ 10. ഫിലിഫോം അപ്പാർട്ടസ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ്. നമ്മൾ ആ എംബ്രിയോസാക്കിൻ്റെ സ്ട്രക്ചർ കണ്ടില്ലേ? ഇവിടെ ഒരു എഗ്ഗും ഇവിടെ 2 സൈനാജിഡും 2 പോളാർ ന്യൂക്ലിയം 3 ആൻറ്റിപോഡൽസുമായിട്ട് അല്ലേ. അതിൽ ഈ എഗ് അപ്പാർട്ടസിലുള്ള സൈനാജിഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് പിന്നെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ്. ഇതിനെയാണ് ഫിലിഫോം അപ്പാർട്ടസ് എന്ന് വിളിക്കുക. ചില കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും.
ആ കെമിക്കൽസിന് ഫെർട്ടിലൈസേഷൻ്റെ സമയത്ത് പോളൻ ട്യൂബിനെ ഈ സൈനേജ് നേരെ ഗൈഡ് ചെയ്തിട്ട് അതുവഴി ഇതിനകത്തേക്ക് ആ പോളൻ ട്യൂബിനെ എൻട്രി ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഇറ്റ് ഗൈഡ് ദ എൻട്രി ഓഫ് പോളൻ ട്യൂബ് ഇൻ ടു സൈനാജിഡ്. അപ്പം ഏതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് സൈനാജിഡ് എന്ന് ചോദിച്ചാൽ ഏതിൻ്റെയാണെന്ന് പറയണം. ഏതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് സൈനാജിഡ് എന്നല്ല, ഫിലിഫോം അപ്പാർട്ടസ് എന്ന് ചോദിച്ചാൽ ഏതാ പറയേണ്ടത്? സൈനാജിഡ്. സൈനാജിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറായിട്ടാണ് ഫിലിഫോം അപ്പാർട്ടസ് കാണുക. അപ്പോൾ ഓർത്തോണം, എഗയിലേക്കില്ല, സൈനാജിഡിലേ അതുള്ളൂ. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽസിന് പോളൻ ട്യൂബിനെ അങ്ങോട്ട് അട്രാക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. അപ്പോൾ ആൻസർ 2 ആണ് സൈനാജിഡ്സ്. Question number 11. The anther wall layer which develops a fibrous thickening and helps in the dehiscence എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് ആണ്, dehiscence of anther and dispersal of pollen grains due to hygroscopic nature. ആന്തറിൻ്റെ സെക്ഷൻ നോക്കിയാൽ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്ന എപ്പിഡെർമിസാ. അത് സിംഗിൾ ലെയേർഡാണ്, പ്രൊട്ടക്ഷനാണ് ഫങ്ഷൻ. പോളൻ ഗ്രെയിനുകളെ അകത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഫങ്ഷനാണ്. തൊട്ടകത്ത് സ്പെഷ്യലി തിക്കൻഡ് ലെയറാണ് എൻഡോത്തീസിയം. അതിന് ഇന്നർ ആൻഡ് ടാൻജൻഷ്യൽ വാൾസ് തിക്കൻഡ് ആയിരിക്കുകയും ചെയ്യും. ഡ്യൂ ടു ആൽഫ സെല്ലോസ് എന്നൊക്കെ പറയുന്നുണ്ട്. NCERT-ൽ എന്തുകൊണ്ടുള്ള തിക്കനിങ് ആണെന്നില്ല. ഇതിനുമകത്ത് ഫ്യൂ ലേയേഴ്സ് കോൾഡ് മിഡിൽ ലേയേഴ്സ്. മിഡിൽ ലേയേഴ്സ് മാത്രമേ മോർ ദാൻ 1 ലെയർ ഉള്ളൂ, ബാക്കിയെല്ലാം സിംഗിൾ ലെയേർഡാണ്. അപ്പോൾ മോർ ദാൻ 1 ലെയറിലേക്ക് മാർക്കിംഗ് കണ്ട യാതൊരു സംശയവും വേണ്ട, അത് മിഡിൽ ലേയേഴ്സ് ആണ്. ഇതിനുമകത്താണ് ടപ്പിറ്റം. ഏറ്റവും അകത്ത് പോളൻ ഗ്രെയിൻസ്. ഇവിടെ സ്പോറോജനസ് ടിഷ്യൂ ആണ് യങ് കണ്ടീഷനിലുള്ളത്. അതിൽ നിന്ന് പിന്നീട് പോളൻ മദർ സെൽ ഉണ്ടാകുകയും മിയോസിസ് നടന്ന് പോളൻ ഗ്രെയിൻസ് ഫോം ചെയ്യുകയും ചെയ്യും. വോളേഴ്സ് നോക്കിക്കുക, ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആണ് എപ്പിഡെർമിസ്. വോളേഴ്സിൻ്റെ പൊസിഷനും അറിയണേ. തൊട്ടകത്ത് എൻഡോത്തീസിയം, അതിനുമകത്ത് മിഡിൽ ലേയേഴ്സ്, ഏറ്റവും അകത്ത് ടപ്പിറ്റം. വോളേഴ്സിൽ ഏറ്റവും ഇന്നർമോസ്റ്റ് വൺ ടപ്പിറ്റമാണ്. ഇതാണ് പോളൻ ഗ്രെയിൻസ്. പോളൻ ഗ്രെയിൻസ് മിയോസ് കഴിഞ്ഞുണ്ടാകുന്നതുകൊണ്ട് അത് ഹാപ്ലോയിഡാണ്. അപ്പോൾ അതിൽ എപ്പിഡെർമിസ്, എൻഡോത്തീസിയം, മിഡിൽ ലേയേഴ്സ്, ഈ 3 ലെയറുകളും പോളൻ ഗ്രെയിനുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും. അകത്ത് ആന്തറിൻ്റെ ഡെഹിസൻസിനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ടപ്പിറ്റമാണ് നറിഷ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ സ്പെഷ്യൽ തിക്കനിങ് ഉള്ള വോൾ ലെയർ ഏതാണെന്ന് ചോദിച്ചാൽ അറിയണം, അത് എൻഡോത്തീസിയമാണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2, എൻഡോത്തീസിയം. നറിഷ്മെൻറ്റ് കൊടുക്കുന്ന ലെയർ ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ അത് ടപ്പിറ്റം ആയിരുന്നേനെ കേട്ടോ. ഇവിടെ ആൻസർ 2 ആണ്, എൻഡോത്തീസിയം. Question number 12. Arrange the following terms in the correct developmental sequence: pollen grain, sporogenous tissue, microspore tetrad, pollen mother cell, male gametes. ആന്തറിനുള്ളിലെ മച്ചുറാകുന്നതിന് മുമ്പ് ആന്തറിനുള്ളിൽ ഗ്രൂപ്പ് ഓഫ് സെൽസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിനെയാണ് സ്പോറോജിനസ് ടിഷ്യൂ എന്ന് വിളിക്കുക എന്ന് പറഞ്ഞു. ഈ അകത്തുള്ള ഇതാണ് സ്പോറോജിനസ് ടിഷ്യൂ. അതിൽ നിന്ന് കുറേ സെല്ലുകൾ പോളൻ മദർ സെല്ലാവും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് എഴുതുന്നു? പോളൻ മദർ സെൽ. പോളൻ മദർ സെല്ലെന്നോ അല്ലെങ്കിൽ അതിനെ മൈക്രോസ്പോർ മദർ സെല്ലെന്നോ വിളിക്കാം കേട്ടോ. പോളൻ മദർ സെല്ലിൽ അല്ലെ മൈക്രോസ്പോർ മദർ സെല്ലിൽ മിയോസിസ് നടന്നിട്ടാണ് പോളൻ ഗ്രെയിൻസ് ഫോം ചെയ്യുക. അപ്പം മിയോസിസ് നടക്കുമ്പോൾ പോളൻ ടെട്രാഡ് അല്ലെങ്കിൽ മൈക്രോസ്പോർ ടെട്രാഡ് ഉണ്ടാവുമേ. ഇതാവുമ്പോൾ ഇങ്ങനെ 4 യുണൈറ്റഡ് ആയിട്ടാണ് ഇങ്ങനെ. ഇതിനെയാണ് ടെട്രാഡ് എന്ന് വിളിക്കുന്നത്. ഈ പോളൻ മദർ സെല്ലിൽ മിയോസിസ് നടന്നുണ്ടായ ടെട്രാഡിൽ ഇനി ഇടയ്ക്കുള്ള ഈ 4 സെല്ലുകൾക്കും ഇടയിലുള്ള പ്ലാസ്മോഡെസ്മറ്റ ബ്രേക്ക് ചെയ്യും. എന്നിട്ട് 4 പോളൻ ഗ്രെയിനുകളാവും. അപ്പോൾ അതിൽ നിന്ന് ഇനി പോളൻ ഗ്രെയിൻസ് കാണിക്കുന്നു. ഈ പോളൻ ഗ്രെയിൻസിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ മൈറ്റോസിസ് 2 നടന്നാണ് മെയിൽ ഗമീസ് ഉണ്ടാവുക.
അപ്പോൾ സ്പോറോജിനസ് ടിഷ്യൂ ഡിപ്ലോയിഡ് ആണ്, പോളൻ മദർ സെല്ല് ഡിപ്ലോയിഡ് ആണ്. ടെട്രാഡിലെ ഓരോ സെല്ലുകളും ഹാപ്ലോയിഡാണ്, കാരണം മിയോസ് കഴിഞ്ഞില്ലേ. പോളൻ ഗ്രെയിൻ ഹാപ്ലോയിഡ് ആണ്, മെയിൽ ഗാമീസും ഹാപ്ലോയിഡ് ആണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഓർഡർ ഏതാണെന്ന് ചോദിച്ചാൽ സ്പോറോജിനസ് ടിഷ്യൂ അല്ലേ, പോളൻ മദർ സെല്ല്, പിന്നെ മൈക്രോസ്പോർ ടെട്രാഡ്, പോളൻ ഗ്രെയിന്, മെയിൽ ഗാമീസ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3. ആദ്യം ഉണ്ടായത് സ്പോറോജിനസ് ടിഷ്യൂ, അതിൽ നിന്നും പോളൻ മദർ സെല്ലുകൾ സെപ്പറേറ്റ് ചെയ്തു. അതിൽ മിയോസ് നടക്കുമ്പോൾ പോളൻ അല്ലെങ്കിൽ മൈക്രോസ്പോർ ടെട്രാഡ് ഉണ്ടായി. അതിൽ പിന്നീട് ആ പ്ലാസ്മോഡെസ്മറ്റ ബ്രേക്ക് ചെയ്ത് പോളൻ ഗ്രെയിൻ ഉണ്ടായി. പോളൻ ഗ്രെയിനകത്ത് മെയിൽ ഗാമീസ് ഉണ്ടായി. ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണെ. ആൻസർ 3. Question number 13. The period of growth before attaining the sexual maturity is called. അതായത് കുട്ടിക്കാലത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നുള്ള അർത്ഥം അല്ലേ. ജുവനൈൽ ഫേസ് എന്ന് വിളിക്കും. പ്ലാന്റ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ അതിനെ നമ്മൾ വെജിറ്റേറ്റീവ് ഫേസ് എന്ന് വിളിക്കും. അപ്പോൾ സെക്ഷൽ മെച്യൂരിറ്റി എത്തുന്ന വരെയുള്ള ആ പ്ലാന്റിൻ്റെ ആണെങ്കിലും ഏത് ഓർഗനിസത്തിൻ്റെ ആണെങ്കിലും മെച്യൂരിറ്റിയുടെ എത്തുന്ന വരെയുള്ള ആ കാലയളവിനെ ജുവനൈൽ ഫേസ് അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് ഫേസ് എന്ന് വിളിക്കും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4 ബോത്ത് 1 and 2. വെജിറ്റേറ്റീവ് എന്നുള്ള ടേം പ്ലാന്റ്സിൻ്റെ കാര്യത്തിലാണ് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. വെജിറ്റേറ്റീവ് ജുവനൈൽ ഫേസ് ഇൻ പ്ലാന്റ്സ് ഈസ് കോൾഡ് വെജിറ്റേറ്റീവ്. റീപ്രൊഡക്ഷൻ പോസിബിൾ ആയിട്ടുള്ള ഡ്യൂറേഷനാണ് റീപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് വിളിക്കുക. റീപ്രൊഡക്ഷൻ എന്നുള്ള എബിലിറ്റി തീർന്ന് നാച്ചുറൽ ഡെത്ത് വരെയുള്ള കാലയളവിനെ അതിൻ്റെ സെനസൻസ് ഫേസ് എന്ന് വിളിക്കും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4. Question number 14. Pollen tablets are available in the market for supplementing food സപ്ലിമെൻ്റ് ആയിട്ട് പ്രോട്ടീൻ്റെ വെച്ചാൽ നല്ല അതിൽ കണ്ടൻറ്റ് നല്ല നറിഷ്മെൻറ്റ് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് അത്ലറ്റ്സില്ലേ ഓട്ടത്തിനും ചാട്ടത്തിനും ഒക്കെ പോകുന്നവർ അവർ അതിന് മുമ്പ് ഇത് കൺസ്യൂം ചെയ്യും. അപ്പോൾ അത് ആൻസർ 4 ആണ്, സപ്ലിമെൻറ്റിംഗ് ഫുഡ്. ഇത് കേരള എൻട്രൻസ് ഉണ്ടായിരുന്ന ഒരു വർഷം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 15. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? ശരിയായിട്ടുള്ളത് ഏതെന്നാണ് ചോദ്യമേ. നമുക്കെല്ലാം ഒന്ന് വായിച്ച് നോക്കാം. ഇൻ പ്ലാന്റ്സ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ക്യാൻ ബി പ്രസൻറ്റ് ഓൺ ദ സെയിം പ്ലാന്റ് ഓർ ഓൺ ഡിഫറെൻറ്റ് പ്ലാന്റ്സ്. ആവാം. സെയിം പ്ലാന്റിലാണെങ്കിൽ നമ്മൾ ആ പ്ലാന്റിനെ മൊണേഷ്യസ് എന്ന് വിളിക്കും. ഡിഫറെൻറ്റ് പ്ലാന്റിലാണെങ്കിൽ അതിനെ ഡയേഷ്യസ് എന്ന്. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാ. ബാക്കിയും കൂടെ വായിച്ച് നോക്കിയിട്ട് ആൻസർ ചെയ്യാവേ. In several fungi, the term homothallic is used to denote the dioecious condition. Dioecious എന്ന് പറഞ്ഞാൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഓൺ സെപ്പറേറ്റ് പ്ലാന്റ്സാ. അങ്ങനെയെങ്കിൽ അതിനെ ഡയേഷ്യസ് കണ്ടീഷനെ നമ്മൾ വിളിക്കേണ്ടത് ഹോമോതാലിക് എന്നല്ല, ഹെട്രോതാലിക് എന്നാ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിപ്പോയി. എങ്ങനെ ശരിയാക്കാം? ഹോമോ മാറ്റി അവിടെ ഹെട്രോതാലിക് ആണെങ്കിലേ ശരിയാക്കുള്ളൂ. അതുപോലെ തേർഡ് ഓപ്ഷൻ കുക്കുർബിഡ്സ് ആൻഡ് കോക്കനട്ട് ആർ ഡയേഷ്യസ്. മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് സെയിം പ്ലാന്റേലാണ് ഉള്ളത്. കോക്കനട്ടിലൊക്കെ കതിർമണ്ഡപത്തിലൊക്കെ ഇരിക്കുന്ന പൂക്കിലെ കണ്ടിട്ടുണ്ടാവും. ബേസിൽ വലിയ വലിയ കായുണ്ട്, അത് ഫീമെയിൽ ഫ്ലവേഴ്സാണ്. അറ്റത്തേക്ക് കുരുകുരാന്നുള്ള മെയിൽ ഫ്ലവേഴ്സ്. കുക്കുർബിഡ്സിലും അതെ, മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഒരു പ്ലാന്റേലുണ്ട്. എന്നിട്ട് മെയിൽ ഫ്ലവേഴ്സ് പോളിനേഷൻ കഴിയുമ്പോൾ പൊഴിഞ്ഞു പോകും, ഫീമെയിൽ ഫ്ലവേഴ്സിൽ നിന്ന് ഫ്രൂട്ട് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ഇത് ഡയേഷ്യസ് അല്ല, മൊണേഷ്യസ് ആണ്. അടുത്തത് പപ്പായ, ഞങ്ങളതിനെ കപ്പളം എന്നാണ് വിളിക്കുക. ഡേറ്റ് പാം ആർ മൊണേഷ്യസ്. അതും തെറ്റിപ്പോയി. ആൺകപ്പളം പെൺകപ്പളം എന്ന് തന്നെയുണ്ട്. അപ്പോൾ അത് മൊണേഷ്യസ് അല്ല, ഡയേഷ്യസ്. മൊണേഷ്യസ് ആൻഡ് ഡയേഷ്യസ് അറിയാമായിരിക്കണം കേട്ടോ. മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഓൺ ദ സെയിം പ്ലാന്റ് ആണ് മൊണേഷ്യസ്. മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഓൺ സെപ്പറേറ്റ് പ്ലാന്റ്സ് ആണ് ഡയേഷ്യസ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 1. ആ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ശരിയുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 16. Read the following statements. The period from birth to natural death of an organism represents its lifespan. ശരിയാ. ഏതൊരു ലിവിങ് ഓർഗനിസത്തിൻ്റെയും ബർത്ത് മുതൽ നാച്ചുറൽ ഡെത്ത് വരെയുള്ള കാലയളവിനെയാണ് അതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് വിളിക്കുക. സെക്കൻഡ് ഓപ്ഷൻ, നോ ഇൻഡിവിജ്വൽ ഈസ് ഇമ്മോർട്ടൽ എക്സെപ്റ്റ് സിംഗിൾ സെൽഡ് ഓർഗാനിസംസ്. ശരിയാ. യൂണിസെല്ലാർ ഓർഗാനിസിൽ നാച്ചുറൽ ഡെത്ത് ഇല്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ആ ഓർഗാനിസമാണ് ബൈ ഡിവിഷൻ രണ്ടാകുന്നത്. വീണ്ടും അത് രണ്ടായി പോകുമ്പോഴും ആ ആദ്യത്തെ ഓർഗാനിസത്തിൻ്റെ ഒരു പാർട്ട് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് യൂണിസെല്ലാർ ഓർഗാനിസിൽ നാച്ചുറൽ ഡെത്ത് ഇല്ല. ശരി. ലൈഫ് സ്പാൻസ് ഓഫ് ഓർഗാനിസംസ് ആർ നെസസറിലി കോറിലേറ്റഡ് വിത്ത് ദെയർ സൈസ്. സൈസുമായിട്ട് എന്തെങ്കിലും കോറിലേഷൻ ഉണ്ടോ? അങ്ങനെയായിരുന്നെങ്കിൽ ഏറ്റവും വലിപ്പമുള്ള ആനയ്ക്കായിരിക്കണം ഏറ്റവും കൂടുതൽ ലൈഫ് സ്പാൻ വരേണ്ടത് അല്ലേ. ഇത് നമുക്കറിയാവുന്നതാണ്. ക്രോയ്ക്ക് 15 ഇയേഴ്സ് ഉള്ളപ്പോൾ പാരറ്റ് അതേ വലിപ്പമുള്ള ഒരു പക്ഷിയാണ്. അതിന് 140 ഇയേഴ്സ് ആണ് ലൈഫ് സ്പാൻ. അപ്പോൾ അതിൻ്റെ സൈസിന് റിലേഷൻ ലൈഫ് സ്പാനുമായിട്ടുണ്ടോ? ഇല്ല. നോട്ട് നെസസറിലി ആണ്. നോട്ട് നെസസറിലി കോറിലേറ്റഡ് വിത്ത് ദെയർ സൈസ്. Small sized organisms have a short
ലൈഫ് കമ്പയർഡ് ടു ദ ലാർജ് സൈസ്ഡ് ഓർഗാനിസംസ്. അങ്ങനെയും അത് ഇതിൻ്റെ തന്നെ ഒരു വേറൊരു ഫോമിൽ എഴുതിയേക്കും അല്ലേ. ചെറിയ സൈസുള്ള ഓർഗാനിസത്തിനേക്കാൾ ലാർജ് സൈസുള്ളതിന് ലൈഫ് സ്പാൻ കൂടുതലാണെന്നോ കുറവാണെന്നോ ഒന്നുമില്ല. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. പീപ്പിൾ ട്രീ ഹാസ് എ ഷോർട്ടർ ലൈഫ് സ്പാൻ ദാൻ മാംഗോ ട്രീ. അല്ല, പീപ്പിൾ 200 to 500 ലൈഫ് സ്പാൻ ഉള്ളതാണ്. അപ്പോൾ പീപ്പിളിനാണ് ലോങ്ങർ, അപ്പോൾ ഷോർട്ടർ അല്ല ലോങ്ങറാണ് വേണ്ടത്. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റും തെറ്റിപ്പോയി. വിച്ച് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് എന്നാണ്. 1 and 2 മാത്രമേ കറക്റ്റ് ഉള്ളൂ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1. Question number 17. Match the column with respect to post fertilization events. Post fertilization എന്ന് പറയുമ്പോൾ എന്താ? ആഫ്റ്റർ ദ ഫോർമേഷൻ ഓഫ് സൈഗോട്ട്. അല്ലേ? അപ്പോൾ ഓവറി എന്തായി മാറും? ഓവറിയാണ് ഫ്രൂട്ടായിട്ട് മാറുക. അപ്പോൾ A3 വരണം. ഓവറി ബോൾ, ഫ്രൂട്ട് ബോൾ അല്ലെങ്കിൽ അതിനെ പെരികാർപ്പ് എന്ന് വിളിക്കും. അപ്പോൾ B1 വരണം. ഓവ്യൂളാണ് പിന്നീട് സീഡായിട്ട് മാറുക. അപ്പോൾ C4 വരണം. ന്യൂസെല്ലസ് പെർസിസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് പെരിസ്പെയം. അപ്പോൾ D2 വരണം. അപ്പോൾ 3, 1, 4, 2 എന്ന് വരണം. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1. Question number 18. During microsporogenesis, meiosis occurs in. ആലോചിച്ച് നോക്കിയാൽ മൈക്രോസ്പോറോജെനസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു പോളൻ മദർ സെല്ല് അല്ലേ, അതിൽ മിയോസിസ് നടന്നാണ് ഇങ്ങനെ ടെട്രാഡ് ഫോം ചെയ്യുന്നത്. അതാണ് പിന്നീട് ഇങ്ങനെ പോളൻ ഗ്രെയിനുകളാകുന്നത്. പോളൻ ടെട്രാഡ്, ഇത് പോളൻ ഗ്രെയിൻ. ഇവിടെ മിയോസിസ്. ഇപ്പോൾ പോളൻ മദർ സെല്ലിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് ഉണ്ടാകുന്ന, പോളൻ ഗ്രെയിൻസിനെ തന്നെ മൈക്രോസ്പോർസ് എന്ന് വിളിക്കുമല്ലോ, ആ മൈക്രോസ്പോർ ഉണ്ടാകുന്ന വരെയുള്ള പോസ്റ്റുകളെയാണ് എന്ത് വിളിക്കുക? മൈക്രോസ്പോറോജെനസിസ്. ആ ഡ്യൂറേഷനിൽ മിയോസിസ് നടക്കുന്ന എവിടെയാണ്? പോളൻ മദർ സെല്ല് അല്ലെങ്കിൽ മൈക്രോസ്പോർ മദർ സെല്ലിലാണ്. സോ ദ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ 2, മൈക്രോസ്പോർ മദർ സെൽസ്. പോളൻ മദർ സെല്ലിനെ തന്നെയാണ് മൈക്രോസ്പോർ മദർ സെൽ എന്ന് വിളിക്കുന്നത് കേട്ടോ. Question number 19. From among the sets of terms given below, identify those that are associated with the gynoecium. Gynoecium എന്ന് പറയുന്നത് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടാണ്. ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ ഫ്ലവർ ആണ് ഗൈനീഷ്യം. അപ്പം അതിൽ ഗൈനീഷ്യത്തിൽ നമുക്ക് യൂണിറ്റുകളെ പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പിൽ നമുക്കറിയാം അല്ലേ. പിന്നെ ഓവറി, സ്റ്റൈൽ ആൻഡ് സ്റ്റിഗ്മ, ഇങ്ങനെ 3 പാർട്ടുള്ളതാണ് പിസ്റ്റിൽ. ഇത് ഓവറി, ബൾജിഡ് ആയിട്ടുള്ള ഇത് ഓവറി, ഇത് സ്റ്റൈല്, ഇത് സ്റ്റിഗ്മ. ഒരു ഫ്ലവർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫ്ലവറിൻ്റെ തലാമസിൽ നിന്ന് ഫീമെയിൽ പാർട്ട് ഉണ്ടായി വരികയും ചെയ്യും. ഈ ഓവറിക്കുള്ളിൽ ഓവിൾസ് കാണും അല്ലേ. അപ്പോൾ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടിൻ്റെ ഭാഗമായിട്ട് ഏതൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ സ്റ്റിഗ്മ ഉണ്ട് അല്ലേ, ഓവ്യൂള് അതിനകത്ത് ഉണ്ട്, എംബ്രിയോസാക്ക് ഓവ്യൂളിനും അകത്തുള്ളതാണ് എംബ്രിയോസാക്ക്, അതുകൊണ്ട് പ്ലാസൻ്റയിൽ നിന്നുമാണത് ഒറിജിനേറ്റ് ചെയ്യുക. സോ ദ പ്ലാസൻ്റയാണ് ബേസിൽ ഓവ്യൂൾ അറ്റാച്ച് ചെയ്യുന്ന ഭാഗം. ഇതിനുള്ളിൽ നമ്മളിങ്ങനെ ഓവ്യൂൾ വരയ്ക്കുകയല്ലേ, ഇങ്ങനെ എന്നാൽ ഇവിടെ പ്ലാസൻ്റ ഉണ്ടാവും. ആ പ്ലാസൻ്റയിലേക്ക് കണക്ട് ചെയ്താണ് ഓവ്യൂൾ ഉണ്ടാവുക. ഈ ഓവ്യൂളിനകത്താണ് എംബ്രിയോസാക്ക് ഉണ്ടാവുക. ആ ഫുൾ കൺസെപ്റ്റ് വേണേ. ഇത് ഓവറിക്കുള്ളിലാണ്. അപ്പം നോക്കിക്കേ, സ്റ്റിഗ്മയുണ്ട്, ഓവ്യൂളകത്തുണ്ട്, അതിനകത്തുള്ള എംബ്രിയോസാക്കുണ്ട്, അത് കണക്ട് ചെയ്തിരിക്കുന്ന പ്ലാസൻ്റ. അപ്പം അതിലെ എല്ലാ പാർട്ടുകളും ആണ്. ബാക്കിയുള്ളത് എന്തുകൊണ്ടല്ല എന്നുകൂടെ നോക്കിയേക്കാം. തലാമസ് എന്ന് പറഞ്ഞാൽ ഈ റിസപ്റ്റക്കിളാണ്, അതിൽ നിന്ന് ഫ്ലോറൽ വെൽസ് എല്ലാം ഒറിജിനേറ്റ് ചെയ്യുമെന്നുള്ളതേ. അപ്പോൾ അത് വരികയില്ല. പിസ്റ്റൽ സ്റ്റൈൽ ഓവ്യൂൾ അത് വരുമെങ്കിലും തലാമസ് ഇത് അതിൻ്റെ പാർട്ടായിട്ട് വരികയില്ല, അതുകൊണ്ട് അതെടുക്കാൻ പറ്റില്ല. ഇവിടെ ഓവ്യൂള്, ഓവറി, എംബ്രിയോസാക്ക് വരെ ശരിയാണ്, പക്ഷേ ടപ്പീറ്റം ആന്തറിൻ്റെയാണ്. അപ്പോൾ ഇത് വരികയില്ല, ഇവിടെ ഇത് വരികയില്ല. അടുത്ത ഓവ്യൂള്, സ്റ്റേമൻ, അത് മേൽപ്പാട്ടാണ് അല്ലേ.
ഓവറി, എംബ്രിയോ സാക്ക്. അതുകൊണ്ട് ആൻസർ ഏതേ വരുള്ളൂ? ഓപ്ഷൻ 1 ആണ്. Question number 20. From among the situations given below, choose the one that prevents both autogamy and geitonogamy. Autogamy എന്ന് പറഞ്ഞാൽ സെൽഫ് പോളിനേഷൻ ആണ്. സെൽഫ് പോളിനേഷനെയാണ് ഓട്ടോഗമി എന്ന് വിളിക്കുക. ജീറ്റനോഗമി എന്ന് പറയുമ്പോൾ സെയിം പ്ലാന്റിലെ തന്നെ 2 ഫ്ലവേഴ്സ് തമ്മിലുള്ള പോളിനേഷനാണ്. അപ്പോൾ അതിൽ നോക്കിക്കേ, ഒരു പ്ലാന്റ് ഇതൊരു ഫീമെയിൽ പ്ലാന്റ്, ഇതൊരു മെയിൽ പ്ലാന്റ്. അതായത് ഇത് ഡയേഷ്യസ് ആണ്. ഇതൊരു മൊണേഷ്യസ് പ്ലാന്റ്. അപ്പോൾ ഇത് ഫീമെയിൽ ഫ്ലവറും ഇത് മെയിൽ ഫ്ലവറും ആണ്. ഇതിലുള്ളതെല്ലാം മെയിൽ ഫ്ലവേഴ്സ്, ഇതിലുള്ളതെല്ലാം ഫീമെയിൽ ഫ്ലവേഴ്സ്. അപ്പോൾ മൊണേഷ്യസ് എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് അറിയാമല്ലോ. യൂണിസെക്ഷൽ ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഒരു പ്ലാന്റിൽ തന്നെ അല്ലേ. അപ്പം യൂണിസെക്ഷൽ ആയതുകൊണ്ട് ഈ പ്ലാന്റിൽ സെൽഫ് പോളിനേഷൻ നടക്കത്തില്ല, സമ്മതിച്ചു. പക്ഷേ ഇതേ പ്ലാന്റിലെ തന്നെ മെയിൽ ഫ്ലവറിലെ പോളൻ ഗ്രെയിൻ അതേ പ്ലാന്റിന് തന്നെ ഫീമെയിൽ ഫ്ലവറിൻ്റെ സ്റ്റിക്കിലേക്ക് പോകാം. അതായത് ജീറ്റനോഗമി വേണമെങ്കിൽ നടക്കാം. ഒരു ഫ്ലവറിലെ തന്നെ ഒരു പ്ലാന്റിലെ തന്നെ 2 ഫ്ലവേഴ്സ് തമ്മിലുള്ള പോളിനേഷനെയല്ലേ ജീറ്റനോഗമി എന്ന് വിളിക്കുക അല്ലേ. അപ്പോൾ ജീറ്റനോഗമി അവിടെ വേണേൽ നടക്കാം. അപ്പം ഓട്ടോഗമി പ്രിവെൻറ്റ് ചെയ്യുമെങ്കിലും മൊണേഷ്യസ് പ്ലാന്റ് ജീറ്റനോഗമി പ്രിവെൻറ്റ് ചെയ്യില്ല. മൊണേഷ്യസ് പ്ലാന്റ് ആണെങ്കിൽ ഇറ്റ് പ്രിവെൻറ്റ്സ് ഓട്ടോഗമി ബട്ട് നോട്ട് ജീറ്റനോഗമി. പക്ഷേ ചോദ്യത്തിൽ എന്താ എഴുതിയേക്കുന്നത്? ദാറ്റ് പ്രിവെൻറ്റ്സ് ബോത്ത് ഓട്ടോഗമി ആൻഡ് ജീറ്റനോഗമി എന്നാണ് അല്ലേ. അപ്പോൾ നോക്കിക്കേ, ഇതാണെങ്കിൽ പ്ലാന്റിൻ്റെ കണ്ടീഷൻ ഡയേഷ്യസ് ആണെങ്കിൽ നോക്കിക്കേ, ഈ ഫ്ലവറിൽ നിന്നും അതേ ഫ്ലവറിലേക്ക് സെൽഫ് പോളിനേഷനായിട്ട് പോളൻ ഗ്രെയിൻ പോകാൻ പറ്റുമോ? ഇല്ല. അപ്പം ഫ്ലവേഴ്സ് യൂണിസെക്ഷൽ ആയതുകൊണ്ട് ഓട്ടോഗമിയെ പ്രിവെൻറ്റ് ചെയ്യും. ഈ പ്ലാന്റിലെ തന്നെ 2 ഫ്ലവേഴ്സ് തമ്മിൽ പോളിനേഷൻ പറ്റുമോ? എല്ലാം മെയിൽ ഫ്ലവർ അല്ലെങ്കിൽ അടുത്തതിലെല്ലാം ഫീമെയിൽ ഫ്ലവർ അല്ലേ. അപ്പോൾ പ്ലാന്റ് ഡയേഷ്യസ് ആണെങ്കിൽ ഓട്ടോഗമി നടക്കത്തില്ല, ജീറ്റനോഗമി നടക്കത്തില്ല. ശരിയാണല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള ഓപ്ഷൻ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. മൊണേഷ്യസ് പ്ലാന്റ് ബിയറിങ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. മൊണേഷ്യസ് പ്ലാന്റ്സ് ബിയറിങ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തേ ഉള്ളൂ, അതിൻ്റെ നേരെ വേണമെങ്കിൽ എഴുതി വയ്ക്കാം, ഇറ്റ് പ്രിവെൻറ്റ്സ് ഓട്ടോഗമി but not ജീറ്റനോഗമി. അതെടുക്കത്തില്ല. ഡയേഷ്യസ് പ്ലാന്റ് ബിയറിങ് ഓൺലി മെയിൽ ഓർ ഫീമെയിൽ ഫ്ലവേഴ്സ്, അതാണ് ആൻസർ അല്ലേ. ഡയേഷ്യസ് പ്ലാന്റ്സ് ബിയറിങ് ഓൺലി മെയിൽ ഓർ ഫീമെയിൽ ഫ്ലവേഴ്സ്, അതാണ് ആൻസർ. മൊണേഷ്യസ് പ്ലാന്റ് വിത്ത് ബൈസെക്ഷൽ ഫ്ലവേഴ്സ് അങ്ങനത്തെ കണ്ടീഷനേ ഇല്ല. ഡയേഷ്യസ് പ്ലാന്റ് വിത്ത് ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്നുള്ള കണ്ടീഷനും ഇല്ല. മൊണേഷ്യസ് ആൻഡ് ഡയേഷ്യസ് ആണ് എങ്കിൽ യൂണിസെക്ഷൽ ഫ്ലവേഴ്സേ ഉണ്ടാവത്തുള്ളൂ കേട്ടോ. സോ ദ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ 2. It prevents both autogamy and jetonogamy. Question number 21. In a fertilized embryo sac, the haploid, അതായത് N number, diploid, അതായത് 2N number, and then triploid structures. Embryo sac fertilization കഴിയുമ്പോൾ നമുക്കറിയാം ദഗ്ഗായിരുന്നു, സൈനാജിഡ് ആയിരുന്നു, പോളാർ ന്യൂക്ലിയ ആയിരുന്നു, ആൻറ്റിപോഡൽസ് ആയിരുന്നു അല്ലേ. ഒരു പോളൻ ട്യൂബ് ഇതിനകത്തേക്ക് എൻ്റർ ചെയ്താൽ അതിനകത്തുള്ള മെയിൽ ഗ്യാമീറ്റുകളെ ഇങ്ങോട്ട് റിലീസ് ചെയ്താൽ ഒന്ന് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യും. അപ്പോൾ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ സൈഗോട്ട് ഫോം ചെയ്യും അല്ലേ. ഒരു മെയിൽ ഗ്യാമീറ്റ് വന്ന് ഇവിടെ വന്ന് ഫ്യൂസ് ചെയ്താൽ പ്രൈമറി എൻഡോസ്പെൻ ന്യൂക്ലിയസ് ഉണ്ടാവും. ശരിയല്ലേ. അപ്പം ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് ഹാപ്ലോയിഡ്, ഡിപ്ലോയിഡ്, ട്രിപ്ലോയിഡ് കണ്ടീഷനിലേക്ക് വരുന്നതെന്നാണ്. ഓരോന്നിൻ്റെയും പ്ലോയിഡ് നമുക്ക് മുകളിലേക്ക് ഒന്ന് എഴുതി നോക്കാവേ. സൈനാജിഡ് ഹാപ്ലോയിഡ് ആണ്. ആ ഓർഡറിൽ വേണം നോക്കാം. സൈഗോട്ട് ഡിപ്ലോയിഡ് ആണ്.
പ്രൈമറി എൻഡോസ്പെം ന്യൂക്ലിയസ് ട്രിപ്ലോയിഡുമാണ്. ഇത് നമ്മളുടെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലേ. അടുത്തോടെ നോക്കിയേക്കാം. സൈനാജിഡ് ഹാപ്ലോയിഡാണ്, ആൻറ്റിപോളൽസ് ഹാപ്ലോയിഡാണ്. അവിടുത്തെ കണ്ടീഷൻ പോയി പൊളാന്യൂക്ലിയൻ ഹാപ്ലോയിഡാണ്, അപ്പോൾ അതെടുക്കാൻ പറ്റത്തില്ല. അടുത്ത ആൻറ്റിപോളൽസ് ഹാപ്ലോയിഡാണ്, സൈനാജിഡ് ഹാപ്ലോയിഡാണ്, പ്രൈമറി എൻഡോസ്പെം ന്യൂക്ലിയസ് ട്രിപ്ലോയിഡാണ്. അപ്പോൾ ഇവിടെയും ഈ കണ്ടീഷൻ വന്നപ്പോൾ തെറ്റി. സൈനാജിഡ് ഹാപ്ലോയിഡാണ്, പോളാർ ന്യൂക്ലിയർ ഹാപ്ലോയിഡാണ്, സൈഗോട്ട് ഡിപ്ലോയിഡാണ്. അപ്പോൾ ആ കണ്ടീഷൻ എടുക്കുമ്പോഴും തെറ്റി. സോ ദ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ 1. അതിൽ ഒരു സൈനാജിഡ് ഡീജനറേറ്റ് ചെയ്തിട്ടാണ് അകത്ത് കയറുക. അടുത്ത സൈനാജിഡ് ഫെർട്ടിലൈസേഷനൊക്കെ ശേഷമാണ് പിന്നീടാണ് ഇല്ലാതായി പോകുന്നത്. അപ്പോൾ ആൻസർ 1 ആണ്, സൈനാജിഡ്, സൈഗോട്ട് ആൻഡ് പ്രൈമറി എൻഡോസ്പെം ന്യൂക്ലിയസ്. Question number 22. In an embryo sac, the cells that degenerates after fertilization are. ഫെർട്ടിലൈസേഷന് ശേഷം ഡീജനറേറ്റ് ചെയ്യുന്ന ഏതെന്ന് ചോദിച്ചാൽ ഏതൊക്കെ പറയണം? മിച്ചമുള്ള സൈനാജിഡും ഈ ആൻറ്റിപോൾസുമാണ് ഡീജനറേറ്റ് ചെയ്ത് പിന്നെ പോവുക. അപ്പോൾ സൈനാജിഡ്സ് ആൻഡ് പ്രൈമറി എൻഡോസ്പെം സെൽ പോവില്ല, കാരണം അത് ട്രിപ്പിൾ ഫിഷൻ വഴി ഉണ്ടായത്. അതിൽ നിന്ന് എൻഡോസ്പെം ഉണ്ടാവേണ്ടതാണ്. സൈനാജിഡ് ആൻഡ് ആൻറ്റിപോൾസ്. ആൻസർ 2 ആണ് വരേണ്ടത്. ആൻറ്റിപോൾസ് ആൻഡ് പ്രൈമറി എൻഡോസ്പെം സെൽ ഓർത്തക്കണം. പ്രൈമറി എൻഡോസ്പെം സെൽ ആവശ്യമുള്ളതാണ്. എഗ്ഗ് ഫെർട്ടിലൈസേഷൻ വഴി സൈഗോട്ടായിട്ടുണ്ടാവും. അപ്പോൾ ആൻസർ ഇവിടെ 2 ആണ്, സൈനാജിഡ് ആൻഡ് ആൻറ്റിപോഡൽസ്. Question number 23. The process in which the fruits develops without fertilization is called. അപ്പോൾ ഫ്രൂട്ട്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, ഫ്രൂട്ടിങ്ങുമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ അതിനുള്ള വാക്കാണ് കാർപ്പി. കാർപ്പി മീൻസ് ഫ്രൂട്ടിങ് ആണ്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കാത്ത ഫ്ലവറിൽ നിന്ന് ഫ്രൂട്ട് ഉണ്ടാകുമ്പോൾ ആ ഫ്രൂട്ട്സ് സീഡ്ലെസ് ആയിരിക്കും. അതിൻ്റെ പ്രോസസ്സിനെയാണ് പാർത്തനോകാർപ്പി എന്ന് വിളിക്കുക. സോ ദ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ 1, പാർത്തനോകാർപ്പി. ആംഫി മിക്സിസ് എന്ന് പറഞ്ഞാൽ ട്രൂ സെക്ഷൽ റീപ്രൊഡക്ഷൻ. ആ സിംഗമിയിലെ അതിനെ തന്നെ പറയുന്ന മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ് യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാകുന്ന പ്രോസസ്സിനെ. പാർത്തനോജെനസിസ് എന്ന് പറഞ്ഞാൽ അൺഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഫീമെയിൽ ഗ്യാമീറ്റിലെ എഗ്ഗ്, അതിൽ നിന്നും ഓർഗാനിസം ഡെവലപ്പ് ചെയ്യും. ഹണി ബീയിലും റോട്ടിഫേസിലും സം ലിസാർഡ്സ് ആൻഡ് ബേർഡ്സ് എന്നൊക്കെ എക്സാമ്പിൾ പറയുന്നുണ്ട്. അൺഫെർട്ടിലൈസ്ഡ് ഫീമെയിൽ ഗ്യാമീറ്റിൽ നിന്ന് പുതിയ ഓർഗാനിസം ഡെവലപ്പ് ചെയ്യും. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റിൻ്റെ ഫ്യൂഷൻ വഴിയാണ് പുതിയ ഓർഗാനിസം ഡെവലപ്പ് ചെയ്യുക. സോ ദ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ 1, പാർത്തനോകാർപ്പി. Question number 24. Read the following statements and select the correct option. ശരിയായിട്ടുള്ളത് എടുക്കാനാണ്. Statement 1. The megaspore mother cell undergo mitosis to produce 4 megaspores. മൈക്രോസ്പോർ മദർ സെല്ല് ഡിപ്ലോയിഡാ അല്ലേ? അതിൽ നിന്നും മെഗാസ്പോർസ് 4 ഉണ്ടാകണം. മെഗാസ്പോർ ഹാപ്ലോയിഡാ. അപ്പോൾ ഡിപ്ലോയിഡ് ആയിട്ടുള്ളതിൽ നിന്നും ഹാപ്ലോയിഡ് ആയിട്ടുള്ളത് ഫോം ചെയ്യാൻ ഇവിടെ മൈറ്റോസിസ് ആണോ നടക്കേണ്ടത്? അല്ല, മിയോസിസാണ്. മിയോസിസ് ആണ് റിഡക്ഷൻ ഡിവിഷൻ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിപ്പോയി. സ്റ്റേറ്റ്മെൻറ്റ് 2. മെഗാസ്പോർ മദർ സെൽസ് ആൻഡ് ദ മെഗാസ്പോർസ് ആർ ബോത്ത് ഹാപ്ലോയിഡ്. അല്ല, മെഗാസ്പോർ മദർ സെല്ല് ഡിപ്ലോയിഡും മെഗാസ്പോർ ഹാപ്ലോയിഡുമാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും തെറ്റിപ്പോയി. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റുകളും തെറ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ റോങ്. സോ ദ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ 2. Question number 25. Pistillate flowers are. Pistillate എന്ന് പറയുമ്പോൾ ഫീമെയിൽ ഫ്ലവേഴ്സ് ആണ്. യൂണിസെക്ഷൽ ഫ്ലവർ വിത്ത് പിസ്റ്റിൽ. ഒരു ഫ്ലവറിൽ തന്നെ ഇങ്ങനെ മെയിൽ ആൻഡ് ഫീമെയിൽ പാർട്ടുണ്ട് എങ്കിൽ അതൊരു ബൈസെക്ഷൽ ഫ്ലവറാണ്. എന്നാൽ ഈ ഫ്ലവറിൽ ഫീമെയിൽ പാർട്ട് മാത്രമേ ഉള്ളൂ എങ്കിൽ അതൊരു യൂണിസെക്ഷൽ ഫ്ലവറാണ്. പിസ്റ്റിലുള്ളത് കൊണ്ട് തന്നെ അത് ഫീമെയിൽ ഫ്ലവറാണ്. ഇനി ഒരു ഫ്ലവറിൽ മെയിൽ പാർട്ട് മാത്രമേ ഉള്ളൂ എങ്കിൽ അതൊരു മെയിൽ ഫ്ലവർ. അപ്പോൾ യൂണിസെക്ഷൽ ഫ്ലവറത്ത് പിസ്റ്റിലിനെയാണ് പിസ്റ്റിലേറ്റ് എന്ന് വിളിക്കുക. യൂണിസെക്ഷൽ ഫ്ലവർ വിത്ത് സ്റ്റേമനാണ് സ്റ്റാമിനേറ്റ്. ഇവിടെ ചോദ്യം എന്താ? യൂണിസെക്ഷൽ ഫ്ലവർ വിത്ത് അല്ലെങ്കിൽ യൂണിസെക്ഷൽ ഫ്ലവർ വിത്ത് പിസ്റ്റിൽ എന്നല്ല, പിസ്റ്റിലേറ്റ് ഫ്ലവേഴ്സ് ആർന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് വിത്ത് പിസ്റ്റിൽ അല്ലേ? നോക്കിക്കേ, അതെ. യൂണിസെക്ഷൽ ഫ്ലവർ വിത്ത് സ്റ്റേമൻ അല്ല, ആയിരുന്നുവെങ്കിൽ അത് സ്റ്റാമിനേറ്റ് ആയേനെ. അപ്പോൾ അതെടുക്കണ്ട. യൂണിസെക്ഷൽ ഫീമെയിൽ ഫ്ലവേഴ്സ്, അത് ശരിയാണ് അല്ലേ? ഈ ഫ്ലവർ യൂണിസെക്ഷൽ ഫീമെയിൽ ഫ്ലവറാണ്. സോ ദ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ 4, both 1 and 3. Question number 26. What is pollen grain? Pollen grain എന്താണെന്ന്.
മൈക്രോസ്പോർ മദർ സെല്ലല്ല, അത് ഡിപ്ലോയിഡാ. പോളൻ ഗ്രെയിൻ ഹാപ്ലോയിഡാ, അത് മെയിൽ ഗാമറ്റോഫൈറ്റുമാണ് അല്ലേ. ഇത് തെറ്റി. മെയിൽ ഗാമീറ്റ് അല്ല, ഗാമറ്റോഫൈറ്റ് ആണ്. അപ്പോൾ അതല്ല, മെയിൽ ഗാമറ്റോഫൈറ്റ് എന്നുള്ളത് ശരിയാ. പാർഷ്യലി ഡെവലപ്ഡ് എംബ്രിയോയും അല്ല. ഓർത്തേക്കണം, ഈ പോളൻ ഗ്രെയിനിൽ നിന്നാണ് പിന്നീട് മൈറ്റോസിസ് വഴി വെജിറ്റേറ്റീവ് ആൻഡ് ജനറേറ്റീവ് സെൽ ഉണ്ടാകുന്നത്. ജനറേറ്റീവ് സെല്ലിലാണ് വീണ്ടും ഒരു മൈറ്റോസ് വഴി മെയിൽ ഗാമീറ്റ്സ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഗാമീറ്റ് ബിയറിംഗ് സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ പോളൻ ഗ്രെയിൻ ആൻജിയോസ്പെമിലെ മെയിൽ ഗാമറ്റോഫൈറ്റ് ആണ് കേട്ടോ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3. Question number 27. Double fertilization is the process in plants that include. ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, സിംഗമിയും ട്രിപ്പിൾ ഫിഷനും നടക്കണം. അതായത് ഇങ്ങനെ നമ്മൾ എംബ്രിയോസ് ആക്കിയപ്പോൾ പലതവണ വരച്ചു. ഇതിൽ ഇത് എഗ്ഗ് അല്ലേ, അത് ഫീമെയിൽ ഗാമീറ്റ്, ഇത് 2 പോളാർ ന്യൂക്ലിയൈ, ഒരു പോളൻ ട്യൂബ് വഴി മെയിൽ ഗാമീറ്റുകൾ സൈനാജറിലെത്തിയാൽ അതിൽ ഒരു മെയിൽ ഗാമീറ്റ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യും, ഒരു മെയിൽ ഗാമീറ്റ് പോളാർ ന്യൂക്ലിയുമായിട്ടും ഫ്യൂസ് ചെയ്യും. മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്യും. മെയിൽ ഗാമീറ്റും പോളാർ ന്യൂക്ലിയും കൂടെ ഫ്യൂസ് ചെയ്ത് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഉണ്ടാവും. ഷോർട്ട് ഫോമാണ് PEN. എഗ് ഹാപ്ലോയിഡാണ്, മെയിൽ ഗാമീറ്റ് ഹാപ്ലോയിഡാണ്, സൈഗോട്ട് ഡിപ്ലോയിഡ് അല്ലേ. പോളാർ ന്യൂക്ലിയർ ഹാപ്ലോയിഡാണ്, അത് 2 എണ്ണമുള്ള N+N എന്ന് എഴുതി. മെയിൽ ഗാമീറ്റ് ഹാപ്ലോയിഡാണ്, പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ട്രിപ്ലോയിഡാണ്. ഇങ്ങനെ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് സിംഗമി എന്ന് വിളിക്കുക. മെയിൽ ഗാമീറ്റും പോളാർ ന്യൂക്ലിയും കൂടെ ഫ്യൂസ് ചെയ്ത് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഉണ്ടാകുന്ന പ്രോസസ്സാണ് ട്രിപ്പിൾ ഫ്യൂഷൻ. Why it is called triple fusion? Tinglode, 3 haploid nuclei, 2 polar nuclei plus 1 male gamete. അപ്പോൾ ഈ 2 സെക്ഷൽ ഫ്യൂഷനുകളും സെയിം എംബ്രിയോസാക്കിൽ നടക്കുന്നതുകൊണ്ടാണ് നമ്മളിതിനെ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ സിംഗമിയിൽ 2 ന്യൂക്ലിയ ഇൻവോൾവഡ് ആണ്, ട്രിപ്പിൾ ഫ്യൂഷനിൽ 3 ന്യൂക്ലിയ ഇൻവോൾവഡ് ആണ്. അതുകൊണ്ട് തന്നെ ഡബിൾ ഫെർട്ടിലൈസേഷനിൽ ടോട്ടൽ 5 ന്യൂക്ലിയ ഇൻവോൾവഡ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഏതൊക്കെ പ്രോസസ്സുകൾ കൂടിയ സിംഗമിയും ട്രിപ്പിൾ ഫ്യൂഷനൂടെ കൂടിയതല്ലേ ഡബിൾ ഫെർട്ടിലൈസേഷൻ നോക്കിക്കേ അല്ലേ. സോ ദ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ 1, സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫിഷൻ. ട്രിപ്പിൾ ഫിഷൻ മാത്രമല്ല, അതുപോലെ ഡെവലപ്മെൻറ്റ് ഓഫ് ആൻറ്റിപോൾ സെൽസിൻ്റെ ഫോർമ അല്ല, ഓൺലി സിംഗമി അല്ല കേട്ടോ. സിംഗമിയും ട്രിപ്പിൾ ഫിഷനൂടെ കൂടിയതാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1. Question number 28. Functional megaspore in angiosperm develops into. ഫങ്ഷണൽ മെഗാസ്പോർ മിയോസിസ് നടന്നുണ്ടാകുന്നതാണ് അല്ലേ. ഫങ്ഷണൽ മെഗാസ്പോർ മെഗാസ്പോർ മദർ സെല്ലിൽ മിയോസ് കഴിഞ്ഞുണ്ടാകുന്നതാണ് ഫങ്ഷണൽ മെഗാസ്പോർ. ഇതിൽ മൈറ്റോസ് നടക്കും. മൈറ്റോസ് നടക്കുമ്പോൾ ഉള്ളതിൻ്റെ ഇരട്ടിയാവും അല്ലേ. 1 എന്നുള്ള ന്യൂക്ലിയസിൻ്റെ എണ്ണം 2 ആവും. വീണ്ടും ഒരു മൈറ്റോസ് കൂടെ നടക്കും. അപ്പം ഇങ്ങനെ ന്യൂക്ലിയസിൻ്റെ എണ്ണം 4 ആവും. വീണ്ടും ഒരു മൈറ്റോസ് കൂടെ നടക്കും. അപ്പം ന്യൂക്ലിയസ് അതിലും ഇരട്ടിയാവും, 8 ആവും. ഇനി ഇതിൻ്റെ റീഅറേഞ്ച്മെൻറ്റ് നടക്കും. 8 ന്യൂക്ലിയകളുടെ റീഅറേഞ്ച്മെൻറ്റ്. അങ്ങനെ റീഅറേഞ്ച് ചെയ്തിട്ടാണ് മൈക്രോപൈലാറിൻ്റെ ഒരു എഗ്ഗും 2 സൈനാജിനും ഉണ്ടാകുന്ന. സെൻട്രലിൽ 2 പോളാർ റീജിയനിൽ നിന്നും എത്തിയ പോളാർ ന്യൂക്ലിയകൾ സിറ്റുവേറ്റ് ചെയ്യും. ചെലാസലെന്തിൽ 3 ആൻറ്റിപോൾസ് ഉണ്ടാകും. ഈ സ്ട്രക്ചറിനെയാണ് നമ്മൾ എംബ്രിയോസാക് അല്ലെങ്കിൽ അതിനുള്ളിൽ എഗ്ഗ് ഇരിക്കുന്നതുകൊണ്ട് അതാണ് ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ്. മെയിൽ ഗ്യാമറ്റോഫൈറ്റ് ഇൻ ആൻജിയോസ്പേം പോളൻ ഗ്രെയിൻ ആണെങ്കിൽ ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് ഇൻ ആൻജിയോസ്പേം എംബ്രിയോസാക് ആണ്. അപ്പോൾ ഫങ്ഷണൽ മെഗാസ്പോർ ഇൻ ആൻജിയോസ്പേം ഡെവലപ്സ് ഇൻ ടു എന്ന് ചോദിച്ചാൽ എന്തായിട്ടാണ് ഡെവലപ്പ് ചെയ്ത് വരിക? ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് അല്ലെങ്കിൽ എംബ്രിയോസാക്. അപ്പം പോളൻ ഗ്രെയിൻ അല്ല, അതുമായിട്ട് നോക്കുകയോ വേണ്ട. എംബ്രിയോസാക്കാണ് ഫങ്ഷണൽ മെഗാസ്പോർ ഡെവലപ്പ് ചെയ്തുണ്ടാകുന്നത്. ഇതിന് പകരം ഇവിടെ ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് എന്ന് വന്നാലും കുഴപ്പമൊന്നുമില്ല. NCERT സെൻറ്റൻസ് തന്നെയാണ് കേട്ടോ.
ന്യൂസെല്ലസ് ഓവിയലിനകത്തെ മെയിൻ ടിഷ്യൂ എംബ്രിയോസാക്കിന് നറിഷ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതല്ല, ഓവിയലിനകത്താണ് എംബ്രിയോസാക്ക് ഇരിക്കുക. അപ്പോൾ ഫങ്ഷണൽ മെഗാസ്പോർ ഇൻ ആൻജിയോസ്പേം ഡെവലപ്സ് ഇൻ ടു എംബ്രിയോസാക്ക് ഓർ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്. സോ ദ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ 2. Question number 29. Find out the correct option. A. Tapetum nourishes the developing pollen grain. ശരിയാ അല്ലേ? ഞാൻ ആ വോൾ ലെയർസ് വരച്ച് കാണിച്ച എപ്പിഡെർമിസ്, എൻഡോത്തീസിയം, മിഡിലേസ്, ടപ്പീറ്റം. അതിൽ എപ്പിഡെർമിസ്, എൻഡോത്തീസിയം, മിഡിലേസ് 3 ലെയറുകളും പോളൻ ഗ്രീനുകളെ മെച്ചുറാകുന്നവരെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും, ആന്തറിന ഡെഹിസൻസിനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയറായ ടപ്പീറ്റമാണ് പോളൻ ഗ്രീനിന് ആവശ്യമായ നറിഷ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ ശരി. ബി. ഹൈലം റെപ്രസെൻറ്റ്സ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ദ ഓവ്യൂൾ ആൻഡ് ഫ്യൂണിക്കിൾ. നമ്മൾ ഇങ്ങനൊരു അനാട്രോപ്പസ് ഓവ്യൂളോ ഓർത്തോട്രോപ്പസ് ഓവ്യൂളോ ഇത് വരച്ചാലും ഇതാണ് ഫ്യൂണിക്കിൾ. സ്റ്റോക്ക് ഓഫ് ദ ഓവ്യൂൾ ആണ് ഫ്യൂണിക്കിൾ. ഇൻഡഗമെൻ്റ് ഒറിജിനേറ്റ് ചെയ്യുന്ന ഈ ഭാഗമാണ് ചലാസ. ഈ ഫ്യൂണിക്കിളും ബോഡി ഓഫ് ദ ഓവ്യൂളെ അറ്റാച്ച് ചെയ്യുന്ന സ്ഥലമാണ് ഹൈലം. ഇത് മൈക്രോപൈൽ എന്ന ഓപ്പണിങ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഹൈലം റെപ്രസെൻറ്റ്സ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ഓവ്യൂൾ ആൻഡ് ഫ്യൂണിക്കിൾ. അപ്പം അതും ശരിയാണ്. സി. ഇൻ അക്വാട്ടിക് ആൻജിയോസ്പേംസ് സച്ച് ആസ് വാട്ടർ ഹയാസിന്ത് ആൻഡ് വാട്ടർ ലില്ലി ദ പോളിനേഷൻ ഈസ് ബൈ വാട്ടർ. അത് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. വാട്ടർ പ്ലാന്റ്സ് എല്ലാം പോളിനേറ്റ് ചെയ്ത് കൊടുക്കുന്ന വാട്ടർ അല്ല. വാട്ടർ ഹയാസിന്ത് ആൻഡ് വാട്ടർ ലില്ലി പോളിനേറ്റഡ് ബൈ ഇൻസെക്ട് ഓർ വിൻഡ്. നല്ല വയലറ്റ് കളറുള്ള പൂക്കളുമായിട്ടൊക്കെയാണ് വാട്ടർ ഹയാസിന്ത്. ടെറർ ഓഫ് ബംഗാൾ എന്ന് വിളിക്കുന്നതില്ലേ, ഐക്കോർണിയ, അതിൽ അട്രാക്റ്റീവ് ഫ്ലവേഴ്സ് ആണ്, ഇൻസെക്ട് ഓർ വിൻഡ് ആണ്. രണ്ടിലും പോളിനേഷൻ നടത്തുക. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിപ്പോയി. ഡി. ദ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഈസ് ട്രിപ്ലോയിഡ്. നമ്മളിപ്പോൾ കണ്ടേ ഉള്ളൂ അല്ലേ? പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഫോം ചെയ്യുന്ന ട്രിപ്പിൾ ഫ്യൂഷൻ വഴിയാണ് അല്ലേ? ഇതുണ്ടോ? പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഈസ് ഫോംഡ് ബൈ ഫ്യൂസിങ് 2 പോളാർ ന്യൂക്ലിയർ പ്ലസ് 1 മെയിൽ ഗാമീറ്റ്. അതുകൊണ്ടത് ട്രിപ്ലോയിഡ് ആണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന അതിൽ നിന്ന് കറക്റ്റ് ഓപ്ഷൻ കണ്ടുപിടിക്കാനാണ് അല്ലേ? എയും ബിയും ഡിയും ശരിയാണ്, എന്നാൽ സി തെറ്റിപ്പോയി. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2. എ, ബി ആൻഡ് ഡി ആർ കറക്റ്റ്, ബട്ട് സി ഈസ് റോങ്. ക്വസ്റ്റ്യൻ നമ്പർ 30. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? ശരിയായിട്ട് ഏതാണെന്ന്? സ്പോറോജീനസ് ടിഷ്യൂ ഈസ് ഹാപ്ലോയിഡ് ആണോ? നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നപ്പോൾ ഒക്കെ കണ്ട സ്പോറോജീനസ് ടിഷ്യൂവിൽ നിന്നാണ് കുറേ സെല്ലുകൾ പോളൻ മദർസ് അല്ല ആവുന്നത്. അപ്പോൾ അത് ഹാപ്ലോയിഡ് അല്ല, ഡിപ്ലോയിഡ് ആണ്. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിപ്പോയി. എൻഡോത്തീസിയം പ്രൊഡ്യൂസേഴ്സ് ദ മൈക്രോസ്പോർ. സ്പെഷ്യൽ തിക്കനിങ് ഉണ്ട്, ഹൈഗ്രോസ്കോപ്പിക് നേച്ചർ ഉണ്ടെന്നൊക്കെ അല്ലാതെ പോളൻ ഗ്രീനിൻ്റെ ഫോർമേഷൻ ലൈന് ഇൻവോൾവ്മെൻ്റ് ഒന്നുമില്ല. ആന്തറെ ഡെഹൈസ് ചെയ്ത് പോളൻ ഗ്രീനിനെ പുറത്തു പോകാൻ സഹായിക്കും എന്നുള്ളേ ഉള്ളൂ. അതിൽ ഇൻവോൾവ്മെൻ്റ് ഇല്ല. ടപ്പീറ്റം നറിഷസ് ദ ഡെവലപ്പിംഗ് പോളൻ ഗ്രീൻ. അത് ശരിയാണ്. പോളൻ ഗ്രീനിന് വേണ്ട നറിഷ്മെൻറ്റ് കൊടുക്കുന്നത് ടപ്പീറ്റമാണ്. അതുകൊണ്ട് തന്നെ ടപ്പീറ്റൽ സെല്ലുകളിൽ ഡെൻസ് സൈറ്റോപ്ലാസം, നിറയെ സൈറ്റോപ്ലാസം, ജനറലി മോർ ദാൻ 1 ന്യൂക്ലിയസും ഒക്കെ ഉണ്ടാവും. അത് ശരിയാണ്. ഹാർഡ് ഔട്ടർ ലെയർ ഓഫ് പോളൻ ഈസ് കോൾഡ് ഇൻഡൈൻ. അതും തെറ്റാ. ഒരു പോളൻ ഗ്രീൻ നമ്മളിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്താലുണ്ടല്ലോ, അതിൽ 2 വോൾ ലെയേഴ്സ് ആണുള്ളത്. ഔട്ടർ തിക്കായിട്ടുള്ളൊരു ലെയർ ഉണ്ട്, അതിനെ എക്സൈൻ എന്ന് വിളിക്കും. ഔട്ടർ ഈ ലെയറാണ് എക്സൈൻ, വിച്ച് ഈസ് മേഡ് അപ്പ് ഓഫ് സ്പോറോപൊളിനിൻ. ഇന്നർ ഈ തിൻ ലെയറാണ് ഇൻഡൈൻ, വിച്ച് ഈസ് മേഡ് അപ്പ് ഓഫ് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. അൺതിക്കൻ്റെ ഏരിയകളുണ്ട്. സ്പോറോപൊളിൻ ഇല്ലാതെ അവയെ ജേംപോർ എന്ന് വിളിക്കും. പോളൻ ജെർമിനേഷൻ്റെ സമയത്ത് പോളൻ ട്യൂബ് പുറത്തേക്ക് വരിക ഈ ജേംപോർ വഴിയായിരിക്കും. വേറെ സ്പോറോപൊളിൻ ഈസ് ആബ്സെൻറ്റ്. ഹാർഡായിട്ടുള്ള സ്പോറോപൊളിൻ ഉണ്ടായാൽ അതിലെ പോളൻ ട്യൂബിന് പുറത്തേക്ക് വരാൻ പറ്റാതെ വരും അല്ലേ? അതുകൊണ്ട് ആ റീജിയനിൽ ഇല്ല. അപ്പോൾ ഔട്ടർ ലെയർ തിക്കാണ്, എക്സൈൻ സ്പോറോപൊളിൻ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. ഇന്നർ ലെയർ തിന്നാണ്, ഇൻഡൈൻ, വിച്ച് ഈസ് മേഡ് അപ്പ് ഓഫ് സെല്ലോസ് ആൻഡ് പെക്റ്റിൻ. അപ്പോൾ ഹാർഡ് ഔട്ടർ ലെയർ ഓഫ് പോളൻ ഈസ് കോൾഡ് ഇൻഡൈൻ എന്ന് പറഞ്ഞാൽ അത് തെറ്റാ. അവിടെ എന്തേ വരാവുള്ളൂ? എക്സൈനെ വരാവുള്ളൂ. ഏതാണ് ശരിയെന്നാണ് ചോദ്യം. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3. Tapetum nourishes the developing pollen grain. In the following diagram of mammary gland, parts have been indicated by alphabets. Choose the answer in which these alphabets have been correctly matched with the parts which they indicate. Okay, let's look at the picture and first mark what it is given there. See, B. B എന്താണ് ആക്ച്വലി? ബി എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം തന്നെ അങ്ങ് മാർക്ക് ചെയ്ത് പോവാം അല്ലേ? ബി എന്ന് പറയുന്നത്
എന്താണ് നിങ്ങൾക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ബി എന്താണ്? ബി ഈസ് ലാക്ടിഫറസ് ഡക്ട് അല്ലേ? ഇത് ആക്ച്വലി ഒരു പിക്ചർ ബേസ്ഡ് ക്വസ്റ്റൻ ആയതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും ആലോചിക്കാനും ഒന്നുമില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് പോവാം. ലാക്ടിഫറസ് ഡക്ട് ആണ്. ദെൻ എ, പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എന്താണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. എ മാർക്ക് ചെയ്തിരിക്കുന്നത് ആംപുളയാണ് അല്ലേ? എ മാർക്ക് ചെയ്തിരിക്കുന്നത് ആംപുളയാണ്. ദെൻ വാട്ട് അബൌട്ട് സി? സി എന്താണ് മാർക്ക് ചെയ്തിരിക്കുന്നത്? സി മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കിക്കോളൂ, അത് മാമറി ഡക്റ്റ് ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അല്ലേ? സോ സി ഈസ് മാമറി ഡക്റ്റ്. ദെൻ നെക്സ്റ്റ് വൺ നമ്മുടെ ഡി. ഡി മാർക്ക് ചെയ്തിരിക്കുന്നത് എന്താണ്? ഡി മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ ഡി മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ മാമറി ആൽവിയോളസ് ആണ് അല്ലേ? എല്ലാം കൂടെ അവിടെ എഴുതാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ മാറ്റി എഴുതുന്നത്. മാമറി ആൽവിയോളസ് ആണ്. നൗ ഈ എന്താണ് മാർക്ക് ചെയ്തിരിക്കുന്നത്? ഈ നിങ്ങൾക്ക് അറിയാം അല്ലേ? ഞാൻ ഇങ്ങോട്ട് എഴുതാം. ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് പെക്ടറാലിസ് ആണ്. പെക്ടറാലിസ് ആണ് അല്ലേ? അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു ഓപ്ഷൻ നമുക്ക് നോക്കാം. ആക്ച്വലി ആംബിൾ വരുന്ന 3 ഓപ്ഷൻസ് ആണ് ഉള്ളത്. എയും 1ഉം 3ഉം 4ഉം ആണ് വരുന്നത്. അതിൽ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ വെച്ചിട്ട് തന്നെ എലിമിനേറ്റ് ചെയ്യാം. ബി എന്ന് പറയുന്ന ലാക്ടിഫറസ് ഡക്റ്റ് ആണ്. ബി ലാക്ടിഫറസ് ഡക്റ്റ് വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ ഇവിടെ. എന്നാലും നമുക്ക് നോക്കാം. സി മാമറി ഡക്റ്റ്, അതെ നമ്മൾ എഴുതിയിട്ടുണ്ട്. സി മാമറി ഡക്റ്റ് ആണ്. ദെൻ ഡി എന്ന് പറയുന്നത് മാമറി ആൽവിയോളസ് ആണ്, അതേ കറക്റ്റ് ആണ്. ദെൻ ഇ എന്ന് പറയുന്നത് പെക്ടറാലിസ് ആണ്. അപ്പം നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ഈസ് ഓൾസോ എ ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതും നമുക്ക് ഒന്ന് എഴുതി വെച്ച് നോക്കാം. അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം എന്ന് എനിക്ക് തോന്നുന്നു. In the following diagram of human sperms, parts have been indicated by alphabet. Choose the answer in which these alphabets have been correctly matched with the parts which they indicate. D എന്ന് പറയുന്നത് എന്താണ്? ഡി നമുക്കറിയാം അല്ലേ? അക്രോസോം ആണ്. സ്പെർമിൻ്റെ അക്രോസോം ആണത്. സി എന്ന് പറയുന്നത് കാണിച്ചിരിക്കുന്നത് ന്യൂക്ലിയസ് ആണ്. ഹെഡിനകത്ത് ഹെഡ് പാർട്ടിൽ തന്നെയുള്ള ന്യൂക്ലിയസ് ആണ് കാണിച്ചിരിക്കുന്നത്. സോ സി ന്യൂക്ലിയസ് ആണ്. ദെൻ ബി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. ബി മാർക്ക് ചെയ്തിരിക്കുന്നത് നെക്ക് പോർഷൻ ആണ്. എ എന്ന് പറയുന്ന മിഡിൽ പാർട്ട് അല്ലെങ്കിൽ മൈറ്റോകോൺട്രിയ ആണ്. നമുക്ക് മൈറ്റോകോൺട്രിയ മിഡിൽ പാർട്ട് എന്ന് എഴുതാം. എന്താണെന്ന് നമുക്ക് ഓപ്ഷൻ നോക്കാം. ദെൻ ഇ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ടെയിലാണ് അല്ലേ? അപ്പം നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് ആദ്യം നോക്കാം കേട്ടോ. നമുക്ക് എ വരുന്നത് മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ല. പക്ഷെ നെബൻകൺ എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയ റിച്ച് ആയിട്ടുള്ള മിഡിൽ പോർഷൻ. ആ മൈറ്റോകോൺട്രിയൽ റീജിയന് നമ്മൾ പറയുന്ന പേരാണ് നെബൻകൺ. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ഇപ്പോൾ മൈറ്റോകോൺട്രിയയ്ക്ക് പകരം ഞാൻ ആ പേര് തന്നെ ഒന്ന് എഴുതി വെക്കുവാണ്. നമുക്ക് ഓപ്ഷനിൽ ആ പേരാണ് തന്നിരിക്കുന്നത്. അപ്പം നെബൻകൺ എന്ന് പറഞ്ഞാൽ മൈറ്റോകോൺട്രിയ മിഡിൽ പോർഷന് പറയുന്ന പേരാണ്. അവിടെ മൈറ്റോകോൺട്രിയ റിച്ച് ആണ്. മൈറ്റോകോൺട്രിയ ഏരിയയിൽ പറയുന്ന പേരാണ് നെബൻകൺ. സോ എ എന്ന് പറയുന്നത് നെബൻകൺ ആണ്. ബി എന്ന് പറയുന്നത് നെക്കാണ്. എസ് സി എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. ഡി എന്ന് പറയുന്നത് അക്രോസോം ആണ്. ഇ എന്ന് പറയുന്ന ടെയിലാണ്. നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ആൻസർ ചോയ്സ് ഓപ്ഷൻ 2 ആണ്. ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ തിയററ്റിക്കലി വലിയ എക്സ്പ്ലനേഷൻ ഒന്നും പറയാനില്ല. ഫിഗറിലുള്ള പോർഷൻ ഐഡന്റിഫൈ ചെയ്യുന്നുള്ളത് മാത്രമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Following is the diagrammatic representation of oogenesis. Name the cells labeled A and B. എ ആൻഡ് ബി എന്താണ് ലേബൽ ചെയ്തിരിക്കുന്നത് നോക്കാം. അല്ലേ എന്താണ് ഈ എ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലേ എന്താണ് മാർക്ക് ചെയ്തിരിക്കുന്നത്? ദിസ് ഇസ് ആക്ച്വലി സെക്കൻഡറി oocyte ആണ് അല്ലേ? സെക്കൻഡറി oocyte ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ബി എന്ന് പറയുന്നത് എന്താണ് മാർക്ക് ചെയ്തിരിക്കുന്നത്? ദിസ് ഇസ് ഫസ്റ്റ് പോളാർ ബോഡി അല്ലേ? സോ സെക്കൻഡറി oocyte ആൻഡ് ഫസ്റ്റ് പോളാർ ബോഡി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ? യെസ്, സെക്കൻഡറി oocyte ആൻഡ് ഫസ്റ്റ് പോളാർ ബോഡി. എ എന്ന് പറയുന്ന സെക്കൻഡറി oocyteും ബി എന്ന് പറയുന്നത് ഫസ്റ്റ് പോളാർ ബോഡിയുമാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ ഈസ് 4. That's also a diagram based question. In the given diagram, identify the marked parts A to E. A to E എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പം നമുക്ക് എ എന്താണെന്ന് നോക്കാം. എന്താണ് ആക്ച്വലി ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലേ എന്താണ് മാർക്ക് ചെയ്തിരിക്കുന്നത്? എന്ന് പറയുന്നത് വില്ലയാണ്. പ്ലാസെൻ്റൽ വില്ലയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അല്ലേ? ഇങ്ങനെ എഴുതിപ്പോയാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എളുപ്പമായിരിക്കും നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക്. എ പ്ലാസെൻ്റൽ വില്ലയാണ്. ദെൻ ബി എന്താണ് മാർക്ക് ചെയ്തിരിക്കുന്നത്? ബി യൂട്രൈൻ ക്യാവിറ്റിയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അല്ലേ? യൂട്രൈൻ ക്യാവിറ്റിയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ബി. യെസ്, ബി യൂട്രൈൻ ക്യാവിറ്റിയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ദെൻ സി എന്താണ് മാർക്ക് ചെയ്തിരിക്കുന്നത്? സി നമ്മുടെ യോഗ് സാക്ക് ആണ് അല്ലേ? കാണുന്നുണ്ടല്ലോ അല്ലേ? ദെൻ ഡി എന്ന് പറയുന്നത് സെർവിക്കൽ മ്യൂക്കസ് ആണ്.
നമുക്ക് സെർവിക്കൽ മ്യൂക്കസ് എന്ന് തന്നെ എഴുതാം. സെർവിക്കൽ മ്യൂക്കസ് പ്ലഗ് ഇൻ സെർവിക്സ് ആണ് ആക്ച്വലി ഡി മാർക്ക് ചെയ്തിരിക്കുന്നത്. ദെൻ ഇ എന്താണ് മാർക്ക് ചെയ്തിരിക്കുന്നത്? ഇ മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ അംബിളിക്കൽ കോഡാണ് അല്ലേ, അംബിളിക്കൽ കോഡാണ്. സോ നമുക്കിടെ ഓപ്ഷൻ നമുക്ക് അങ്ങനെ വരുന്ന ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. എ റിപ്രസെൻറ്റ് ചെയ്യുന്നത് പ്ലാസെൻറ്റൽ വില്ലയാണ്. സോ ഹിയർ യു ആർ സംവട്ട് ലക്കി ബിക്കോസ് പ്ലാസെൻറ്റൽ വില്ല വെച്ച് തുടങ്ങുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ ഇതിനകത്ത്. ലെറ്റ് സി. ബി ക്യാവിറ്റി, യെസ് ക്യാവിറ്റി ഓഫ് യൂട്രസ്, അതാണ് നമ്മൾ യൂട്രൈൻ ക്യാവിറ്റി എന്ന് എഴുതി വെച്ചത്. സി യോക്സാക്ക്, യെസ് സി യോക്സാക്ക് എഴുതിയിട്ടുണ്ട്. ഡി പ്ലഗ് ഓഫ് മ്യൂക്കസ് ഇൻ സെർവിക്സ്, അതാണ് ഞാൻ സെർവിക്കൽ മ്യൂക്കസ് എന്ന് എഴുതിയത്. ഈ അംബ്ലിക്കൽ കോഡ്. അപ്പം നമുക്കൊരു കൺഫ്യൂഷനും ഇല്ല. നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ ഈസ് 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദറ്റ്സ് ഓൾസോ എ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ. നമുക്ക് ലേബിൾഡ് പാർട്സ് അങ്ങ് മാർക്ക് ചെയ്ത് പോവാം അല്ലേ. എന്ന് പറയുന്ന മാർക്ക് ചെയ്തിരിക്കുന്നത് എന്താണ്? എനിക്കിവിടെ അടയാളപ്പെടുത്താനുള്ള ഡിഫിക്കൽറ്റി കൊണ്ടാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. എന്ന് പറയുന്ന മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ വാസ് ഡിഫറൻസ് ആണ് അല്ലേ. വാസ് ഡിഫറൻസ് ആണ് നമ്മുടെ അക്സസറി ഡക്റ്റിൽ വരുന്ന ആളാണ് വാസ് ഡിഫറൻസ്. ദെൻ അടുത്തത് ബി നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് സെമിനൽ വെസിക്കിൾ ആണ്. സെമിനൽ വെസിക്കിൾ അക്സസറി, മെയിൽ അക്സസറി ഗ്ലാൻഡിൽ വരുന്ന ആളാണ് സെമിനൽ വെസിക്കിൾ. ദെൻ സി മാർക്ക് ചെയ്തിരിക്കുന്നത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആണ്. ദെൻ ഡി മാർക്ക് ചെയ്തിരിക്കുന്നത് ബൾബോ യൂറീത്രൽ ഗ്ലാൻഡ് ആണ് അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അക്സസറി ഗ്ലാൻഡുകളും അതുപോലെ തന്നെ അക്സസറി ഡക്റ്റിലുള്ള വാസ ഡിഫറൻസ് ആണ് നമ്മുടെ പിക്ചറിനകത്ത് തന്നിരിക്കുന്നത്. സോ വാസ് ഡിഫറൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന 2 ഓപ്ഷനാണ് 1 and 2. എ വാസ് ഡിഫറൻസ്, ബി സെമിനൽ വെസിക്കിൾ. സി വരുമ്പോൾ തെറ്റുന്നുണ്ട്. സി പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആണ് ആക്ച്വലി. സോ നമ്മുടെ ഓപ്ഷൻ 2 ആണ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. ആൻസർ ചോയ്സ് ഓപ്ഷൻ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു മാച്ച് ദ കോളം ആണ്. മെൻസ്ട്രൽ ഫേസ്. മെൻസ്ട്രൽ ഫേസിൽ യൂഷ്വലി എന്താണ് നടക്കുന്നത്? മെൻസ്ട്രേഷൻ ആണ് നടക്കുന്നത് അല്ലെ, ബ്ലീഡിങ് ആണ് നടക്കുന്നത്. സോ ലെറ്റ്സ് റൈറ്റ് ഹിയർ ഇറ്റ്സ് ബ്ലീഡിങ് ഫേസ്. ഐ പുട്ട് ആർ ഹിയർ. ദെൻ ഫോളിക്കുലാർ ഫേസ്. ഫോളിക്കുലാർ ഫേസ് എന്ന് പറഞ്ഞാൽ ഫോളിക്കിൾസ് ഉണ്ടാകുന്ന ഫേസ് ആണ്. ഫോളിക്കിളിൽ ഉണ്ടാകുന്ന ഫേസിൽ എന്ത് നടക്കുന്നുള്ളതിന് നമുക്കൊരു ഓപ്ഷൻ അവിടെയുണ്ട്. പ്രോളിഫറേഷൻ ഓഫ് എൻഡോമെട്രിയം. എൻഡോമെട്രിയത്തിൻ്റെ പ്രോളിഫറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോളിക്കുലാർ ഫേസിലാണ്. അപ്പോൾ പി നമ്മൾ അത് തന്നെ എഴുതുന്നു. ദെൻ ലൂട്ടിയൽ ഫേസ്. കോർപ്പസ് ലൂട്ടിയം ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്ന ഫേസ് ആണ്. അപ്പോൾ കോർപ്പസ് ലൂട്ടിയം ഡെവലപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ കോർപ്പസ് ലൂട്ടിയം ലാർജ് എമൗണ്ട് ഓഫ് പ്രൊജസ്ട്രോണിനെ സെക്രീറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ അത് സെക്രീറ്ററി ഫേസ് എന്നാണ് നമ്മൾ പറയുന്നത്. സോ ഇറ്റ് ഇസ് ക്യൂ. ദെൻ മെനോപോസ്. നിങ്ങൾക്ക് അറിയാം മെൻസേഷൻ ഒരു ഏജ് ആകുമ്പോൾ സീസ് ചെയ്യുന്നുണ്ട്. ആ സീസേഷൻ ഓഫ് മെൻസേഷൻ ആണ് നമ്മൾ മെനോപോസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് യെസ്. So from the option R, P, Q, S, നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ ഈസ് 2. നെക്സ്റ്റ് വൺ നോക്കാം. The process of release of spermatozoa from Sertoli cells into the cavity of seminiferous tubules is called. Spermatozoa Sertoli സെല്ലിൽ നിന്ന് റിലീസ് ചെയ്ത് വരുന്ന പ്രോസസ്സിന് എന്ത് പറയും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ സ്പെർമോജെനസിസ്. ആക്ച്വലി സ്പെർമോജെനസിസ് എന്ന് പറഞ്ഞൊരു വാക്ക് ആക്ച്വലി അങ്ങനെ നമ്മൾ പറയാറില്ല. ദെൻ സ്പെർമാറ്റോജെനസിസ്. സ്പെർമാറ്റോജെനസിസ് എന്ന് പറഞ്ഞാൽ ആ എൻറ്റയർ പ്രോസസ് ഓഫ് ഫോർമേഷനെയാണ് നമ്മൾ സ്പെർമാറ്റോജെനസിസ് എന്ന് പറയുന്നത്. സ്പെർമാറ്റോസൈറ്റോജെനസിസ് എന്ന് പറഞ്ഞാലും ബോത്ത് ആർ സെയിം. സ്പെർമാറ്റോസൈറ്റ്സ് അല്ലെങ്കിൽ സ്പെർമാറ്റോസോവ ഉണ്ടാകുന്ന ആ എൻറ്റയർ പ്രോസസ്സിനെയാണ് നമ്മൾ സ്പെർമാറ്റോജെനസിസ് അല്ലെങ്കിൽ സ്പെർമാറ്റോസൈറ്റോജെനസിസ് എന്ന് പറയുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് സ്പെർമാറ്റോസോവ ആയിക്കഴിഞ്ഞാൽ അത് സെർട്ടോളി സെല്ലിൽ എംബഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് റിലീസ് ചെയ്യുന്ന പ്രോസസ്സിന് എന്ത് പറയുന്നതാണ്? ആ റിലീസ് ചെയ്യുന്ന പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് സ്പെർമിയേഷൻ. ഇപ്പം നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് 4 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the given tiers of human ovary, identify each of and select the correct option. That to a diagram based question. Let's look. നമുക്ക് ഓരോന്നായിട്ട് മാർക്ക് ചെയ്ത് പോവാം അല്ലേ. നമ്മുടെ ഡി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് വരാം. ഡി എന്ന് പറയുന്നത് കോർപ്പസ് ലൂട്ടിയം ആണ്. ആഫ്റ്റർ ദ റിലീസ് ഓഫ് ഓവം നമ്മുടെ ഫോളിക്കിൾ, ഗ്രാഫിയൻ ഫോളിക്കിളുള്ള ബാക്കി സാധനങ്ങളെല്ലാം കൂടി ഫോം ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് കോർപ്പസ് ലൂട്ടിയം. ദെൻ സി എന്ന് പറയുന്നത് നമ്മുടെ ഓവമാണ്. ഓവുലേഷൻ്റെ സമയത്ത് ഓവം റിലീസ് ചെയ്ത് പുറത്തു വരുന്നതാണ് കാണിക്കുന്നത്. ഓവം പുറത്തു വരുന്നത് എവിടെ നിന്നാണ്? നമുക്കൊരു ഡൗട്ടും ഇല്ല. ഓവം ഈസ് കമ്മിങ് ഫ്രം ദ ഗ്രാഫിയൻ ഫോളിക്കിൾ. അപ്പോൾ ഇത് ഗ്രാഫിയൻ ഫോളിക്കിൾ ആണെന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ മാർക്ക് ചെയ്യാം. ആൻഡ് ഓപ്ഷൻ ബി, നിങ്ങൾക്ക് ആൻഡ്രം ആ ക്യാവിറ്റി ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ക്യാവിറ്റി ക്ലിയർ ആയിട്ട് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ടെർഷറി ഫോളിക്കിളാണ് എന്നറിയാം. ദെൻ ഇ എന്ന് പറയുന്നത് നമ്മുടെ പ്രൈമറി ഫോളിക്കിളാണ്. ആദ്യത്തെ ഫോളിക്കിൾ ചെറിയ ഫോളിക്കിളാണ് തന്നിരിക്കുന്നത്. എഫ് എന്ന് പറയുന്ന ബ്ലഡ് വെസലാണ്. സോ
സോ ഇത് നമുക്ക് ഭയങ്കര എളുപ്പമാണെന്ന് തോന്നുന്നു അല്ലേ, പിക്ചർ നോക്കിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ. ബിക്കോസ് അതിനകത്ത് എ ഗ്രാഫിയൻ ഫോളിക്കിൾ വരുന്ന ഒരു ഓപ്ഷനേ അതിനകത്തുള്ളൂ, ബാക്കിയെല്ലാം എ മാറിയാണ് വരുന്നത്. അപ്പോൾ എ ഒറ്റ വഴിക്ക് തന്നെ നമുക്കറിയാം. എന്നാലും നമുക്കൊന്ന് റീകൺഫേം ചെയ്യാം. എ ഗ്രാഫിയൻ ഫോളിക്കിൾ, ബി ടെർഷ്യറി ഫോളിക്കിൾ വിത്ത് ആൻഡ്രം, യെസ്. സി ഓവം, യാ. ദെൻ ഡി കോർപ്പസ് ലൂട്ടിയം, ഇ പ്രൈമറി ഫോളിക്കിൾ, എസ് ബ്ലഡ് വെസൽ. അപ്പോൾ നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് there is no doubt that is 4. Next question, fill up the blank in the following paragraph by selecting the correct option. C, dash are the primary female sex organ. What are the female primary sex organ? നമ്മുടെ ഫീമെയിൽസിൻ്റെ പ്രൈമറി സെക്സ് ഓർഗൻസ് ഏതാണ്? ഓവറീസ് ആണ് അല്ലേ? അതൊന്ന് എഴുതി വെച്ച് പോകും. ഓവറീസ് ആർ ദ പ്രൈമറി ഫീമെയിൽ സെക്സ് ഓർഗൻ ദാറ്റ് പ്രൊഡ്യൂസസ്. എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഓവം ഹോർമോൺസും പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൈമറി സെക്സ് ഓർഗൻസ് ആണ് നമ്മുടെ ഓവറി എന്ന് പറയുന്നത്. ഈച്ച് പ്രൈമറി സെക്സ് ഓർഗൻ ഈസ് അബൌട്ട്, എത്രയാണ് നമ്മുടെ ഓവറിയുടെ ഒരു ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി അബൌട്ട് 2 to 4 centimeter in length ആണ്. ആൻഡ് ഈസ് കണക്റ്റഡ് ടു ദ പെൽവിക് വാൾ ആൻഡ് യൂട്രസ് ബൈ ലിഗമെന്റ്സ് അല്ലേ? ലിഗമെന്റ്സ് കൊണ്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കിനി ഓപ്ഷൻസ് നോക്കാം. ഓവറി സ്റ്റാർട്ട് ചെയ്യുന്ന 2 ഓപ്ഷൻസ് ആണുള്ളത്. രണ്ടാമത്തത് നോക്കുമ്പോൾ തന്നെ അറിയാം, ഉഗോണിയ ഫോളിക്കിൾ എന്നാണ് പറയുന്നത്. ഇവിടെ ഓവം ആൻഡ് ഹോർമോൺസ്, ഫോളിക്കിൾ അല്ല അതുണ്ടാക്കുന്നത്, ഹോർമോണുകളാണ്. അപ്പോൾ നമുക്ക് ഓവറീസ്, ഓവം, ഹോർമോൺസ്, 2 to 4 centimeter ആൻഡ് ലിഗമെന്റ്സ്. യെസ്. അപ്പം നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് 3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ ഓഡ് വൺ. ഓഡ് വൺ ഏതാണെന്നാണ്? ലേബിയോ മൈനോറ, ഫിംബ്രിയെ, ഇൻഫണ്ടിബുലം, ഇസ്തമസ്. ലേബിയ മൈനോറ എന്ന് പറയുന്നത് ആരുടെ പാർട്ടായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്? ഫീമെയിൽ എക്സ്റ്റേണൽ ജെനൈറ്റാലിയയുടെ പാർട്ടായിട്ടാണ് പഠിക്കുന്നത് അല്ലേ? ഫീമെയിൽ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ അതിൻ്റെ പാർട്ടായിട്ടാണ് നമ്മൾ ലേബിയ മൈനോറ, ലേബിയ മെജോറ ഒക്കെ നമ്മൾ പഠിക്കുന്നത്. ദെൻ ഫിംബ്രിയെ എന്ന് പറയുന്നത് ആരുടെ പാർട്ടാണ്? ഫെലോപ്പിയൻ ട്യൂബിൻ്റെ അല്ലെങ്കിൽ ഓവി ഡക്റ്റിൻ്റെ പാർട്ടാണ്. ഇൻഫണ്ടിബിലവും ഓവി ഡക്റ്റിൻ്റെ പാർട്ടാണ്. ഇസ്തമസും ഓവി ഡക്റ്റിൻ്റെ പാർട്ടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർ ഇത്രയും പേരും, ഈ 3 പേരും നമ്മുടെ ഓവി ഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബിൻ്റെ പാർട്ടാണ്. ഒരാൾ മാത്രമാണ് എക്സ്റ്റേണൽ ജെനൈറ്റാലിയയുടെ പാർട്ട്. അപ്പോൾ അവനെ തന്നെയാണ് നമുക്ക് എന്തായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്? ഓടായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ ഈസ് 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സിന്തസൈസ് ആൻഡ് സെക്രീറ്റ് ടെസ്റ്റിക്കുലർ ഹോർമോൺസ് കോൾഡ് ആൻഡ്രോജൻസ്? ആൻഡ്രോജൻസിനെ ഉണ്ടാക്കുന്നവരാണ് ലേഡിക് സെൽസ് അല്ലെ? ഇൻട്രസ്റ്റീഷ്യൽ സ്പേസിൽ കാണുന്ന ഇൻട്രസ്റ്റീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലേഡിക് സെൽസ് ആണ് ആൻഡ്രോജൻസിനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് ഇൻട്രസ്റ്റീഷ്യൽ സെൽസ് ഓർ ലേഡിക് സെൽസ്. അപ്പോൾ നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ ഏതാണ്? നമുക്കൊരു ഡൗട്ടും ഇല്ല. ദാറ്റ് ഈസ് 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോണ പെലൂസിഡ ഈസ് എ മെംബ്രെയിൻ ഫോംഡ് അറൗണ്ട്. സോണ പെലൂസിഡ എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡറി ഊസൈറ്റിനെ അല്ലെങ്കിൽ ഇംപ്ലാന്റേഷന് തൊട്ട് മുന്നേ വരെ ഓവത്തിനെ കവർ ചെയ്യുന്ന ഒരു ട്രാൻസ്പെറൻറ്റ് മെംബ്രെയിൻ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് സെക്കൻഡറി ഊസൈറ്റ്, നമ്മുടെ സെക്കൻഡറി ഊസൈറ്റിനെ കവർ ചെയ്യുന്ന ഒരു ട്രാൻസ്പെറൻറ്റ് മെംബ്രെയിൻ ആണ് സോണ പെലൂസിഡ എന്ന് പറയുന്നത്. ആൻസർ ചോയ്സ് ഓപ്ഷൻ ഈസ് 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഹാപ്ലോയിഡ്? n നമ്പർ ഓഫ് ക്രോമസോംസ് ഉള്ള 23 ക്രോമസോംസ് ഉള്ളത് ആരൊക്കെയാണെന്നാണ്? യൂഷ്വലി നമ്മൾ മമ്മേലിയൻ സെല്ലുകളിലെല്ലാം 46 ക്രോമസോംസ് ആണ് പറയുന്നത് അല്ലേ? 23 പെയർസ് ഓഫ് ക്രോമസോം ആണ്. പക്ഷേ ജേം സെല്ലിൽ ഹാഫേ ഉള്ളൂ നമുക്കറിയാം, ഹാപ്ലോയിഡ് സെല്ലുകളാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഹാപ്ലോയിഡ് നേച്ചർ കാണിക്കുന്ന, ഇൻ കണ്ടീഷൻ കാണിക്കുന്ന 23 ക്രോമസോമുകൾ ആരാണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സ്, പ്രൈമറി ഊസൈറ്റ്. പ്രൈമറി ആയതുകൊണ്ട് തന്നെ 2 പേരും 2n കണ്ടീഷൻ കാണിക്കുന്നവരാണ്, ഡിപ്ലോയിഡ് ആണ്. നെക്സ്റ്റ് വൺ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സ് ആൻഡ് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സ് N ആണ്, സെക്കൻഡറി ഊസൈറ്റും N ആണ്. നമുക്ക് എന്നാലും 3 നോക്കാം. സ്പെർമറ്റോഗോണിയ മദർ സെല്ലുകളാണ്. മദർ സെല്ലുകൾ 2n കണ്ടീഷനാണ്, അതായത് ഡിപ്ലോയിഡ് ആണ്. ഊഗോണിയ എന്ന് പറഞ്ഞാൽ മദർ ഊസൈറ്റിന്റെ മദർ സെല്ലുകളാണ്. അപ്പോൾ അവർക്കും 2n ആണ്, ഡിപ്ലോയിഡ് കണ്ടീഷനാണ്. ജെർമിനൽ സെൽസ് എന്ന് പറയുന്നത് അവിടെ ഉള്ള മദർ സെല്ലുകൾ തന്നെയാണ്. അപ്പോൾ അവർക്കെല്ലാം 2n കണ്ടീഷനാണുള്ളത്. ഇതിൽ തന്നിരിക്കുന്നതിൽ N കണ്ടീഷൻ അല്ലെങ്കിൽ ഹാപ്ലോയിഡ് കണ്ടീഷൻ ഉള്ളത് 2 പേർക്കാണ്, സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്സിനും സെക്കൻഡറി ഊസൈറ്റിനുമാണ്. അപ്പം നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ 2 ആണ്. ഇവർക്ക് 2 പേർക്ക് മാത്രമാണ് 23 ക്രോമസോംസ് നിൽക്കുന്നത്. എങ്കിലേ നമുക്ക് ഫ്യൂഷൻ നടക്കുമ്പോൾ 46 മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ ഈസ് 2.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓവുലേഷൻ ഈസ് സ്റ്റിമുലേറ്റഡ് ബൈ ദ ഹോർമോൺ. ഓവുലേഷൻ ഈസ് ശരിക്കും നടക്കുന്നതിന് ആസ് എ റിസൾട്ട് ഓഫ് ല്യൂട്ടനൈസിങ് ഹോർമോണിൻ്റെ സർജ് കൊണ്ടാണ് അല്ലേ, LH സർജ് എന്നാണ് പറയുന്നത്. സോ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് സ്റ്റിമുലേറ്റഡ് ബൈ ദ ഹോർമോൺ LH ആണ്, ല്യൂട്ടനൈസിങ് ഹോർമോൺ. LH പീക്കിലെത്തുന്ന അതുവരെ പതുക്കെ പോയിട്ട് ഒരു പെർട്ടിക്കുലർ ഡേ ആകുമ്പോഴത്തേക്കും LH സർജ് ആണ്, ഒരു റാപ്പിഡ് ഇൻക്രീസ് ഇൻ LH ആണ്. അതാണ് പെട്ടെന്ന് സഡൻ റപ്ചറിങ് ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ ആൻഡ് റിലീസ് ഓഫ് ഓവം. അതിനെയാണ് നമ്മൾ ഓവുലേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് സ്റ്റിമുലേറ്റഡ് ബൈ ദ ഹോർമോൺ, ല്യൂട്ടനൈസിങ് ഹോർമോൺ LH. ആൻസർ ചോയ്സ് ഓപ്ഷൻ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Choose the correct combination of labeling of seminiferous tubules of testis. ടെസ്റ്റിസിൻ്റെ ഒരു പിക്ചറാണ് തന്നിരിക്കുന്നത്. ടെസ്റ്റിസിൻ്റെ പിക്ചറല്ല, അതിൻ്റെ ഒരു ക്രോസ് സെക്ഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. നമുക്ക് എ എന്താണ് തന്നിരിക്കുന്നത്? ഇതാണ് തന്നിരിക്കുന്നത്. ഇത് കണ്ടാൽ തന്നെ അറിയാമല്ലോ അല്ലേ, സെർട്ടോളി സെൽസ് ആണ്. സെർട്ടോളി സെൽസ്, സെർട്ടോളി സെൽസ് ആണ് തന്നിരിക്കുന്നത്. ബി ഇത് ഒരു സ്പെർമറ്റോഗോണിയൽ മദർ സെല്ലാണ്. അപ്പം നമുക്ക് സ്പെർമറ്റോഗോണിയ എന്ന് എഴുതി വെക്കാം. സ്പെർമറ്റോഗോണിയ ഐ തിങ്ക് നിങ്ങളുടെ കയ്യിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ ഉണ്ടാവുമല്ലോ അല്ലേ. സ്പെർമറ്റോഗോണിയമാണ്. ഇനി ഇ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം അല്ലേ. ഇതെന്താണ് തന്നിരിക്കുന്നത്? ഇത് സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് ആണ് തന്നിരിക്കുന്നത്. ഈ സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് ആണ് തന്നിരിക്കുന്നത്. സി എന്താ തന്നിരിക്കുന്നത്? സി സ്പെർമാറ്റിഡ് ആണ് തന്നിരിക്കുന്നത് അല്ലേ. സ്പെർമാറ്റിഡ് തന്നെ അതിൻ്റെ ഹെഡ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം. അത് നമ്മുടെ സെർട്ടോളി സെൽസിൽ എംബഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെ കാണാൻ പറ്റും. സി സ്പെർമാറ്റിഡ് ആണ്. ദെൻ നമ്മുടെ ഡി എന്ന് പറയുന്നത് നമ്മുടെ സ്പെർമാണ്, സ്പെർമാറ്റോസോവ അല്ലെങ്കിൽ സ്പേം എന്ന് തന്നെ പറയാം. ശരിക്കും ടിപ്പിക്കൽ നമ്മുടെ സ്പേം എന്ന് പറയുന്ന സാധനം. അപ്പം നമുക്ക് എല്ലാ ഓപ്ഷനും 3 ഓപ്ഷനും സെർട്ടോളി സെൽസ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ബി ഓപ്ഷൻ നോക്കാം. ബി സ്പെർമറ്റോഗോണിയ, ബിയും സ്പെർമറ്റോഗോണിയം എല്ലാം വരുന്നുണ്ട്. സി നോക്കാം. സി നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് സ്പെർമാറ്റിഡ് ആണ്. സി സ്പെർമാറ്റിഡ് മാർക്ക് ചെയ്തിരിക്കുന്ന 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ദെൻ ഡി എന്ന് പറയുന്നത് സ്പെർമറ്റോസോവയാണ്. ഇ എന്ന് പറയുന്നത് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സ് എന്നാണ് പറയുന്നത്. ഒന്നില്ല. അടുത്ത ഓപ്ഷൻ പറയുന്നത് ഇ എന്ന് പറയുന്ന സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് എന്നാണ്. അപ്പം അതിനകത്ത് ഒരേ ഒരു കാര്യത്തിൽ മാത്രമേ നമുക്ക് കൺഫ്യൂഷൻ ഉള്ളൂ. ബാക്കി എല്ലാ ഓപ്ഷനും നമ്മൾ ഓൾറെഡി എലിമിനേറ്റ് ചെയ്തു. അപ്പം 1ഉം 3ഉം തമ്മിലാണ് ഇപ്പോൾ ഒരു കോൺട്രവേഴ്സി ഇരിക്കുന്നത്. 1 പറയുന്നത് ഈ സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് ആണെന്നാണ്, ഈ സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് ആണെന്നാണ് പറയുന്നത്. ദെൻ നമ്മുടെ 3 പറയുന്നത് ഈ പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ആണെന്നാണ് പറയുന്നത്. പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സ് ഇവിടെ ആയിരിക്കും. സ്പെർമറ്റോഗോണിയയിൽ നിന്ന് വരുന്നതാണ് പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സ് നമ്മൾ പറയുന്നത്. അതും കഴിഞ്ഞിട്ട് വരുന്ന ആൾ സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് ആണ്. അപ്പോൾ ഈ എന്ന് പറയുന്നത് സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ 1 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. oogenesis is initiated during. ഓഗോണിയ സെല്ലുകൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? സ്റ്റാർട്ടിങ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? നമ്മൾ അമ്മയുടെ വയറ്റിലായിരിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ ഓർഗൻ സിസ്റ്റവും ഡെവലപ്പ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് നമ്മുടെ റീപ്രൊഡക്റ്റീവ് സെല്ലുകളും ആക്റ്റീവ് ആവുകയും അത് ഡെവലപ്പ് ചെയ്ത് തുടങ്ങുകയും ചെയ്യും. കംപ്ലീറ്റ് ആക്ടിവേഷൻ ഒന്നും ഇല്ല എങ്കിലും ഡെവലപ്മെൻറ്റ് അവിടെയുണ്ട്. അപ്പോൾ അത് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് എവിടെ വെച്ച് തന്നെയാണ്? നമ്മൾ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റിലാവുമ്പോൾ തന്നെയാണ്. നമ്മൾ ആ സമയത്ത് തന്നെയാണ് നമ്മൾ മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നതും അവിടെ വെച്ച് തന്നെയാണ്. എല്ലാ ഓർഗൻ സിസ്റ്റവും ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് മെയിൽ ഓർഗൻസ് അല്ലെങ്കിൽ ഫീമെയിൽ ഓർഗൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. സോ ജെനസിസ് ഈസ് ഇനിഷ്യേറ്റഡ് ബൈ എന്നാണ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് അറ്റ് ദ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് സ്റ്റേജ്. സോ ആൻസർ ചോയ്സ് ഓപ്ഷൻ 1 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The cells of the alveoli of mammary lobes produce milk. The correct sequence of movement of milk in the mammary gland is. മിൽക്ക് പ്രൊഡക്ഷൻ നടക്കുന്നത് മാമറി ആൽവിയോളസിലാണ് അല്ലേ. അപ്പോൾ ആൽവിയോളസിൽ ഉണ്ടാകുന്ന മിൽക്ക് മാമറി ട്യൂബ്യൂൾസ് വഴി മാമറി ഡക്റ്റിലേക്ക് പോയി. മാമറി ഡക്റ്റ് എവിടെയാണ് തുറക്കുന്നത്? ആംബുളയിൽ തുറക്കുന്നത് ലാക്ടിഫറസ് ഡക്റ്റ് വഴി തുറന്ന് നിപ്പിൾ വഴി സക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആ ഫ്ലോ എവിടെയാണ് കറക്റ്റ് എന്ന് നോക്കാം. ആൽവിയോളായി, മാമറി ട്യൂബ്യൂൾസ്, മാമറി ഡക്ട്സ്, ആംപുള, ലാക്ടിഫറസ് ഡക്റ്റ് ആൻഡ് നിപ്പിൾ അല്ലേ. നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് 2 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അസേർഷൻ റീസൺ ടൈപ്പ് ആണ്. ദ എംബ്രിയോ വിത്ത് 8 to 16 ബ്ലാസ്റ്റോമിയേഴ്സ് ഈസ് കോൾഡ് മോറുല. ദാറ്റ് ഈസ് കറക്റ്റ് അല്ലേ. 8 തൊട്ട് 16 വരെ ബ്ലാസ്റ്റോമിയേഴ്സ് ഉള്ള ഒരു മൾബറി പോലെ ഇരിക്കുന്ന അല്ലെ, മൾബറി ലൈക്ക് എന്നാണ് പറയുന്നത്, അതുപോലുള്ള ഒരു ക്ലസ്റ്റർ ഓഫ് സെൽസ് ആണ് നമ്മൾ മോറുല എന്ന് പറയുന്നത്. അത് ശരിയാണ്. ഇനി റീസൺ നോക്കൂ. ദ മോറുല കണ്ടിന്യൂസ് ടു ഡിവൈഡ് ആൻഡ് ട്രാൻസ്ഫോം ഇൻ ടു ട്രോഫോബ്ലാസ്റ്റ് എന്നാണ് പറയുന്നത്. മോറുല കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്തുണ്ടാകുന്ന സെല്ലിനെ നമ്മൾ എന്താ പറയുന്നത്? ബ്ലാസ്റ്റോസിസ്റ്റ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഇത്
ബ്ലാസ്റ്റോസിസ്റ്റ് ആണ്, ഇറ്റ്സ് നോട്ട് ട്രോഫോബ്ലാസ്റ്റ്. അതുകൊണ്ട് തന്നെ ഇത് തെറ്റാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അസേർഷൻ കറക്റ്റാണ്, റീസൺ തെറ്റാണ്. നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് 3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് സ്റ്റേജ് ഈച്ച് ഫീറ്റൽ ഓവറി മേ കണ്ടെയ്ൻ. നമ്മൾ അമ്മയുടെ വയറ്റിലായിരുന്നപ്പോൾ എംബ്രിയോണിക് സ്റ്റേജിലായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി അമ്മയുടെ വയറ്റിൽ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് നടക്കുന്ന സമയത്ത് അതിൻ്റെ ഓവറിയിൽ എത്ര ഫോളിക്കിൾസ് ഉണ്ടായിരിക്കും എന്നാണ്. എംബ്രിയോണിക് സ്റ്റേജിലായിരിക്കുമ്പോൾ മില്യൺസ് ഓഫ് ഫോളിക്കിൾസ് ആണ്, അല്ലെങ്കിൽ ഫോളിക്കിൾ എന്ന് പറയാൻ പാടില്ല, മദർ സെൽസ്, ഊഗോണിയമാണ് നമ്മുടെ ഓവറിയിൽ ഫോം ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഗ്രോ ചെയ്ത് എംബ്രിയോണിക് ഡെവലപ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ജനിച്ചു കഴിഞ്ഞ് നമ്മുടെ ഗ്രോത്ത് നടക്കുന്ന സമയത്ത് ഒരുപാട് ഫോളിക്കിൾസ് ഡീജനറേറ്റ് ചെയ്ത് പോകും. ആ ഡീജനറേഷൻ ഓഫ് ഫോളിക്കിളിനെയാണ് നിങ്ങൾ ഫോളിക്കുലാർ അട്രീഷ്യ എന്ന് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഫോളിക്കുലാർ അട്രീഷ്യ നടന്നിട്ട് ലേറ്റസ്റ്റ് സ്റ്റേജിലേക്ക് നമ്മൾ ശരിക്കും നമ്മുടെ പ്യൂബർട്ടിയൊക്കെ ആ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു 60,000 to 80,000 ഫോളിക്കിൾസ് ഒക്കെ കാണുള്ളൂ. എ ലാർജ് നമ്പർ ഓഫ് ഫോളിക്കിൾസ് നമ്മുടെ ബർത്ത് തൊട്ട് പ്യൂബർട്ടി വരെയുള്ള സമയത്ത് ഡീജനറേറ്റ് ചെയ്ത് പോകും. ആ പ്രോസസ്സാണ് ഞാൻ ഫോളിക്കുലാർ അട്രീഷ്യ എന്ന് എഴുതിയിരിക്കുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റൽ സ്റ്റേജിൽ, നമ്മൾ അമ്മയുടെ വയറ്റിലായിരുന്നപ്പോൾ ഒരു പെൺകുട്ടി അമ്മയുടെ വയറ്റിലായിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഓവറിയിൽ എത്രയുണ്ടാവും എന്നാണ്. കപ്പിൾ ഓഫ് മില്യൺ. അവിടെ 2 കാര്യങ്ങളാണ് കപ്പിൾ ഓഫ് മില്യൺ വെച്ച് തുടങ്ങുന്നത്. സെക്കൻഡറി ഫോളിക്കിളും ഊഗോണിയും. സെക്കൻഡറി ഫോളിക്കിൾ ആയിട്ടില്ല, സെക്കൻഡറി ഫോളിക്കിൾ പിന്നെ ആകുള്ളൂ. അവിടെ കാണുന്നത് ഊഗോണിയാണ് അല്ലേ, മദർ സെല്ലുകളാണ്. ലേറ്ററാണ് പിന്നീട് അത് ഫോളിക്കിൾസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് പ്രൈമറി ഫോളിക്കിളായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ പതുക്കെ അതായത് മെച്ചുറേഷനൊക്കെ എടുക്കുമ്പോൾ, പ്യൂബർട്ടി എടുക്കുമ്പോഴാണ് അതിനകത്ത് സെക്കൻഡറി, ടെർഷ്യറി, ഗ്രാഫിയൻ ഒക്കെ ആയിട്ട് അത് മാറുന്നത്. അപ്പോൾ എംബ്രിയോണിക് സ്റ്റേജിൽ എ കപ്പിൾ ഓഫ് മില്യൺ ഊഗോണിയാണ് ഒരു ഫീറ്റൽ ഓവറിയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ആൻസർ ചോയ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് 2 ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ യൂട്രസ് ഈസ് ഓൾസോ കോൾഡ്. നമുക്ക് നോക്കാം, യൂട്രസിന് വേറൊരു പേര് വൂംബ് എന്നാണ്. അല്ലെങ്കിൽ നമുക്ക് ഹിസ്ട്ര എന്ന് പറയാം. ഹിസ്ട്രക്ടമി എന്നൊക്കെ കേട്ടിട്ടില്ലേ, ഹിസ്റ്ററ അല്ലെങ്കിൽ ഊമ്പ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ യൂട്രസിൻ്റെ വേറൊരു പേര് തന്നിരിക്കുന്നതൊക്കെ നിങ്ങൾക്കറിയാം. പെരിമെട്രിയം എന്ന് പറഞ്ഞാൽ അറിയാം. യൂട്രസിൻ്റെ തന്നെ ഒരു പാർട്ടാണ്, കവറിങ് ആണ്. ആംബ്ലയും ഇസ്തമസും എന്ന് പറയുന്നത് നമ്മുടെ ഓവിഡക്റ്റിൻ്റെ പാർട്ടാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് യൂട്രസ് ഈസ് അതർവൈസ് കോൾഡ് ആസ് വൂംബ് എന്നാണ്. ആൻസർ ചോയ്സ് ഓപ്ഷൻ ഈസ് 2. So I think comparatively very simple questions. I think you all could do it well. എനിവേ, എന്തായാലും എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കി പഠിക്കാൻ ഉള്ള ഒരു അവസരമുള്ളതാണ്. പ്രത്യേകിച്ചും ഈ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ യു ഹാവ് ടു തറവ് വിത്ത് വാട്ട് എക്സാക്ട്ലി ഗിവൺ ഇൻ ദ പിക്ചർ ആൻഡ് യു ഹാവ് ടു ലേബൽ വാട്ട് എക്സാക്ട്ലി ദയർ. അപ്പോൾ എല്ലാവരും നന്നായിരിക്കും. താങ്ക് യു സോ മച്ച്.